ഗുഡ് മോർണിംഗ് എവരി വൺ. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും അക്കാഡമിക്സിൻ്റെ SSC CGLൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ അടുത്ത സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ SSCയുടെ CGL എക്സാമിലെ 2023 CGL ചോദിച്ചിട്ടുള്ള, അതായത് 2024 ഫെബ്രുവരി മാർച്ച് ആ സമയത്ത് നടന്ന എക്സാമിൽ വന്നിട്ടുള്ള ജിയോഗ്രഫിയുടെ ക്വസ്റ്റ്യൻസാണ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ നിർത്തിവെച്ച സ്ഥലത്ത് നിന്ന് തൊട്ടടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ചോദ്യം ഇതാണ്: ഇൻ വിച്ച് ബയോസ്ഫിയർ റിസർവ് ഇസ് ദ ലാർജസ്റ്റ് എൻഡേഞ്ചേർഡ് മറൈൻ മാമൽ ഡുഗോങ് ആൻഡ് സീ ടേർട്ടിൽസ് ഓൾസോ ഫൗണ്ട്? എന്താ ചോദ്യം? ഏതോ ഒരു ബയോസ്ഫിയറിൻ്റെ കാര്യമാണ് ചോദിക്കുന്നത് അല്ലേ. ദ ലാർജസ്റ്റ് എൻഡേഞ്ചേർഡ് മറൈൻ മാമലായിട്ടുള്ള ഡുഗോങ്ങും, അതായത് നമ്മുടെ കടൽ പശു എന്നൊക്കെ പറയില്ലേ, അതാണത്. സീ ടർട്ടിലും, ഇത് രണ്ടും എവിടെയാണ് കാണുന്നത് എന്നതാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കൂ കൂട്ടുകാരെ: കാഞ്ചൻജംഗ ബയോസ്ഫിയർ റിസർവ്, ശേഷാചലം ബയോസ്ഫിയർ റിസർവ്, പച്മർഹി ബയോസ്ഫിയർ റിസർവ്, ഗൾഫ് ഓഫ് മന്നാർ ബയോസ്ഫിയർ റിസർവ്. ഇത് എനിക്ക് തോന്നുന്നു ഇത് വളരെ വളരെ എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് നിങ്ങൾക്ക് ജസ്റ്റ് എന്താണ് ആ ചോദ്യത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടേണ്ടതുണ്ട്? നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഉത്തരം നിങ്ങൾക്ക് കിട്ടേണ്ടതുണ്ട്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? നിങ്ങൾക്ക് അത് കണ്ടാൽ തന്നെ, അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? അതിൻ്റെ ഉത്തരം കിട്ടേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം നോക്കൂ, കാഞ്ചൻജംഗ. ഇത് ചോദ്യം എന്തിനാ? സീ ടർട്ടിലിനെ കുറിച്ച് അല്ലേ, ഡഗോങ്ങിനെ കുറിച്ച്. അതുപോലെ തന്നെ ഏതാണ്? മറൈൻ സ്പീഷീസുകളാണ് എന്ന് പ്രത്യേകം എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ പറഞ്ഞിട്ടുണ്ട്. വളരെ പ്രത്യേകം എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് എവിടത്തെ ആളുകളാണ് എന്ന കാര്യം എന്ത് ചെയ്തിട്ടുണ്ട്? പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. എവിടത്തെയാണ്? മറൈനാണ്, മറൈൻ ജീവികളാണ്, കടലുമായി ബന്ധപ്പെട്ട ആളുകളാണ് എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? വളരെ കൃത്യമായിട്ട് നമ്മളോട് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം? ഇനി ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യം വരരുത്. കാരണം എന്താ? കാഞ്ചൻജംഗ എന്ന് പറയുന്നത് എവിടെയാണ്? ആസാമിലാണ് എന്നറിയാം. അവിടെ കടലാണോ കിടക്കുന്നത്? അല്ലെന്ന് നിങ്ങൾക്കറിയാം. ശേഷാചലം ബയോസ്ഫിയർ റിസർവ് ഇവിടെ കടലിൻ്റെ അടുത്താണോ? അല്ല. എവിടെയാണ്? നമ്മുടെ ആന്ധ്രാപ്രദേശിൻ്റെ ഭാഗമായിട്ടാണ് കിടക്കുന്നത് അല്ലേ. ആന്ധ്രാപ്രദേശിൻ്റെ ഭാഗമായിട്ടാണ് കിടക്കുന്നത്. ആന്ധ്രാപ്രദേശിൻ്റെ അതിർത്തി, കർണാടകയിലല്ല, അതിർത്തി കഴിഞ്ഞ് കുറച്ചുകൂടി അങ്ങോട്ട് പോയിട്ട്, പക്ഷേ സീയുടെ തൊട്ടടുത്തല്ല കിടക്കുന്നത്. പച്മർഹി എവിടെ കിടക്കുന്നത്? അത് മധ്യപ്രദേശിലാണ് കിടക്കുന്നത്. അപ്പോൾ ഈ ആദ്യത്തെ 3 ആളുകളും ഇതോ ആസാമിലായിരുന്നു നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ 3 ആളുകൾക്കും 3 സ്ഥലങ്ങൾക്കും എന്തുമായി ബന്ധമില്ല? മറൈൻ ഏരിയയുമായിട്ട് ബന്ധം തന്നെ ഇല്ല. ഗൾഫ് ഓഫ് മാന്നാർ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം എവിടെയാണ് എന്ന് അല്ലേ. അപ്പോൾ ഗൾഫ് ഓഫ് മാന്നാർ നമ്മുടെ എവിടെയാണ്? തമിഴ്നാടിന് താഴെയായിട്ട് ഗൾഫ് ഓഫ് മാന്നാറിൻ്റെ ആ ഭാഗത്ത് തീർച്ചയായിട്ടും എന്താണ്? അപ്പോൾ ബാക്കിയുള്ള ഒരേ ഒരു ഓപ്ഷൻ സീ ടർട്ടിലും ഡഗോങ്ങും കാണാൻ സാധ്യതയുള്ളൊരു സ്ഥലം ഏതാണ്? മറൈൻ ബയോസ്ഫിയർ റിസർവ് ആയിട്ടുള്ള ഗൾഫ് ഓഫ് മാന്നാറിൽ തന്നെയാണ് എന്ത് കാണാൻ സാധ്യത? ഇവ കാണാൻ സാധ്യത എന്ന കാര്യം നമുക്കങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഇവിടെ നിങ്ങൾക്ക് ഗൾഫ് ഓഫ് മാന്നാറിലാണ് എന്ന് അറിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അറിയില്ലായിരിക്കും നമുക്ക്. പക്ഷേ കാഞ്ചൻജംഗ, ശേഷാചലം, പച്മർഹി, നമ്മൾ എപ്പോഴും നാഷണൽ പാർക്കുകളുടെ കാര്യവും മറ്റും പറഞ്ഞിട്ട് അത് ഏത് സ്റ്റേറ്റ്സിലാണ് എന്ന കാര്യം ഉൾപ്പെടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ സ്റ്റാറ്റിക് GKയുടെ ഭാഗമായിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ കാഞ്ചൻജംഗയും ശേഷാചലവും പച്മർഹിയും ഒക്കെ എവിടെയാണ് എന്നൊരു ഐഡിയ നമുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം ഇവയെല്ലാം എവിടെയാണ്. ഇതൊന്നും കടലിനോട് ചേർന്നല്ല എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട്. കാരണം ഇവ 3ഉം വളരെ ഫേമസ് ആണ്. ഇവ 3ഉം അതായത് നമ്മൾ ബേസിക്കായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട ചില ബയോസ്ഫിയർ റിസർവുകളും നാഷണൽ പാർക്കുകളും ഉണ്ട്. ആ ലിസ്റ്റിൽ വരുന്നതാണ് ഇത് കാഞ്ചൻജംഗയും ശേഷാചലവും പച്മർഹിയും ഒക്കെ. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എളുപ്പമായിരുന്നിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യം നോക്കുകയല്ലേ നമ്മൾ. അടുത്ത ചോദ്യം ഏതാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് the only rack railway in India that was declared a UNESCO World Heritage Site in 2005? താഴെ തന്നിട്ടുള്ളവയിൽ ഒരു റാക്ക് റെയിൽവേ ആയിട്ടുള്ളത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ടും പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് ഏതാണ് എന്നതാണ് ചോദ്യം. ഈ ചിത്രം കണ്ടോ? ഇതാണ് ഏത്? റാക്ക് റെയിൽവേ സിസ്റ്റം. അതായത് റാക്ക് റെയിൽവേ സിസ്റ്റം അധികം ഉണ്ടാകും അറിയോ? ഒത്തിരി ഉയരം കൂടിയ സ്ഥലത്തേക്ക് ഇങ്ങനെ എന്താണ് ട്രെയിൻ കയറി പോകണമെന്നുണ്ടെങ്കിലുള്ള സ്ഥലങ്ങളിലാണ് എന്തുണ്ടാവുക? റാക്ക് റെയിൽവേ സിസ്റ്റം ഉണ്ടാവുക. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനത്തെ സ്ഥലങ്ങളിലേക്കാണ് എന്തുണ്ടാവുക? റാക്ക് റെയിൽവേ സിസ്റ്റം ഉണ്ടാവുക. അപ്പോൾ ഇവയ്ക്ക് സാധാരണ റെയിൽപാളത്തിൻ്റെ അത്രയ്ക്കും മാത്രമുള്ളൊരു സേഫ്റ്റി പോരാ. പകരം ഈ രീതിയിൽ എന്താണ്, ഇങ്ങനെ നമ്മളുടെ ടീത്തുകളില്ലേ, ഈ രീതിയിലുള്ള എന്താ പറയുക, ഒരു പിടുത്തം കൂടി എക്സ്ട്രാ വേണ്ടി വരും. എങ്ങാനും പവർ പോവുകയോ മറ്റോ ചെയ്ത് എന്താണ് അത്
ചടപടാന്ന് പറഞ്ഞ് താഴത്തേക്ക് പോകരുത്. എന്ത് ചെയ്യണം, ഒന്ന് പിടിച്ച് നിർത്താനായിട്ട് സാധിക്കണം. ബ്രേക്ക് അപ്ലൈ ചെയ്താൽ ഒരു എക്സ്ട്രാ സപ്പോർട്ട് ഈ ടീത്തുകൾ കൊടുക്കും. അതുപോലെ മുകളിലേക്ക് കയറി പോകുമ്പോഴും എന്തായിരിക്കും, ഒരു എക്സ്ട്രാ ഫ്രിക്ഷനും എക്സ്ട്രാ ഉള്ളൊരു എന്താ പറയുക ഒരു പിടുത്തവും അതിന് കിട്ടും. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? ഈ രീതിയാണ് എന്ത് റാക്ക് റെയിൽവേസ് എന്ന് നമ്മൾ പറയാറുള്ളത്. ഇങ്ങനെയുള്ള റാക്ക് റെയിൽവേ സിസ്റ്റമുള്ള യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് 2005 പ്രഖ്യാപിക്കപ്പെട്ടത് ഏതായിരുന്നു ഒരു കൂട്ടുകാർക്ക്? അത് നീൽഗിരി മൗണ്ടെയിൻ റെയിൽവേസ് ആണ്. ഏതാണ്? നീൽഗിരി മൗണ്ടെയിൻ റെയിൽവേസ് ആണ് ഈ ഒരു സ്ഥാനം കിട്ടിയിരിക്കുന്നത് എന്ന കാര്യം കൂട്ടുകാർ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ നീൽഗിരി മൗണ്ടെയിൻ റെയിൽവേ ആണ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് 2005 തിരഞ്ഞെടുക്കപ്പെട്ട റാക്ക് റെയിൽ സിസ്റ്റമുള്ള ഇന്ത്യയിലെ ഒരേ ഒരു സ്ഥലം. ഓക്കെ ആണല്ലോ? സംശയങ്ങളില്ല എന്ന് വിശ്വസിക്കുകയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയല്ലേ. ഇൻ ഹൗ മെനി അഗ്രോ ക്ലൈമാറ്റിക് സോൺസ് ഹാസ് തമിഴ്നാടു ഹാസ് ബീൻ ക്ലാസിഫൈഡ്? എന്താണ് അഗ്രോ ക്ലൈമാറ്റിക് സോണുകൾ കൂട്ടുകാരെ? അതായത് അവിടെ എത്രത്തോളമാണ് റെയിൻ അവൈലബിൾ ആയിട്ടുള്ളത്, അല്ലേ? അതുപോലെ തന്നെ അവിടുത്തെ ടെമ്പറേച്ചർ എങ്ങനെയാണ്, അവിടുത്തെ സോയിൽ ഏത് രീതിയിലുള്ളവയാണ്, ഇതിൻ്റെ എല്ലാം ബേസിസിലാണ് നമ്മൾ അഗ്രോ ക്ലൈമാറ്റിക് സോണുകളായിട്ട് ഓരോ ഇടങ്ങളെയും എന്ത് ചെയ്യുന്നത്, നമ്മൾ തിരിക്കുന്നത്. ഈ രീതിയിൽ തമിഴ്നാടിനെ എത്ര അഗ്രോ ക്ലൈമാറ്റിക് സോണായിട്ടാണ് തിരിച്ചിട്ടുള്ളത് എന്നാണ് എന്ത് ചെയ്യുന്നത് നമ്മളുടെ ചോദ്യം. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ അല്ലേ? ശരി. അപ്പോൾ ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഓപ്ഷൻസ് എന്ന് പറയുന്നത് 3, 9, 7, 5 എന്നിവയാണ്. ഏതാണ്? 7, 5 എന്നിവയാണ്. മനസ്സിലാവുന്ന കൂട്ടുകാർക്ക് 3, 9, 7, 5 എന്നിങ്ങനെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, തിരിച്ചിട്ടുള്ളത്. അപ്പോൾ ക്ഷമിക്കണം. അപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് എത്രയാണ് ആൻസർ? ഇത് നമുക്ക് ജനറലി അറിയേണ്ട ഒരു ആൻസറാണ്. അറിഞ്ഞാൽ എഴുതാം, അല്ലെങ്കിൽ എഴുതാൻ പറ്റില്ല എന്ന രീതിയിൽ ചില ആൻസറുകൾ ഉണ്ടാവുമല്ലോ. ആ രീതിയിലുള്ള ഒരു എന്താ പറയുക ആൻസറാണത്. ആൻസർ, ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് 7 ആണ്. എത്രയാണ്? 7 അഗ്രോ ക്ലൈമാറ്റിക് സോണുകളായിട്ടാണ് എന്തിനെ തിരിച്ചിട്ടുള്ളത്, തമിഴ്നാടിനെ തിരിച്ചിട്ടുള്ളത്. അവ ഏതൊക്കെയാണ് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. നോക്കൂ. ഒന്ന് കാവേരി ഡെൽറ്റ സോണാണ്. ഏതാണ്? കാവേരി ഡെൽറ്റ സോൺ. അതെവിടെയാണ്? ഇതാ ഇവിടെ കാവേരി ഒഴുകുന്ന ആ ഭാഗത്തേക്കുള്ള കാവേരി ഡെൽറ്റ വരുന്ന ഒരു അതുമായി ബന്ധപ്പെട്ട വളരെയധികം ഫലഭൂയിഷ്ടിയുള്ള ബ്രിട്ടീഷുകാരൊക്കെ അത്ഭുതത്തോടു കൂടി നോക്കിക്കണ്ടിരുന്ന ഒരിടമാണ് ഈ കാവേരി ഡെൽറ്റയുടെ പ്രദേശം. അതാണ് ഇത് ഒന്ന്. പിന്നെ ഒന്ന് ഏതാണ്? ഹൈ ആൾട്ടിറ്റ്യൂഡ് സോണാണ്. നോക്കൂ, ഈ ഭാഗത്തായിട്ട് ഏത് കിടക്കുന്നുണ്ട്? ഹൈ ആൾട്ടിറ്റ്യൂഡ് സോണ്. ക്ഷമിക്കണം, മാറിപ്പോയി പെട്ടെന്ന്. ഹൈ ആൾട്ടിറ്റ്യൂഡ് സോൺ എവിടെ കിട്ടുന്നത്? നീൽഗിരീസ് ഇല്ലേ നമ്മളുടെ, അറിയാമല്ലോ അല്ലേ? നീൽഗിരി ഏരിയ എന്താണ് നമുക്കറിയാം, കുന്നുകളാണ്. അവിടെ ഹൈ ആൾട്ടിറ്റ്യൂഡ് സോൺ കിടക്കുന്നുണ്ട്. പിന്നെ ഒന്ന് ഹൈ റെയിൻഫാൾ സോണാണ്. തമിഴ്നാട് നിങ്ങൾക്കറിയാം കേരളത്തിൻ്റെ പോലെ മഴ കിട്ടുന്നൊരു പ്രദേശമല്ല. കാരണം എന്താണ്? ഇങ്ങനെ വെസ്റ്റേൺ ഗാട്സ് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഇതിൻ്റെ ഇപ്പുറത്തേക്ക് എന്താണ്, സൗത്ത് വെസ്റ്റ് മൺസൂൺ വരുന്ന സമയത്ത് ഇപ്പുറത്തിൻ്റെ ഭാഗത്തിന് ഒരു റെയിൻ ഷാഡോ റീജിയൻ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അത് മാറ്റുന്നുണ്ട് എന്ന കാര്യമൊക്കെ നമുക്ക് അറിയാം. അതുകൊണ്ട് തന്നെ എന്താണ്, ഇവിടത്തേക്ക് എത്തുമ്പോൾ, ഈ ഭാഗത്തേക്ക് എത്തുമ്പോൾ അഗസ്ത്യാർകൂടമൊക്കെ ഹൈറ്റ് കുറഞ്ഞിട്ട് കന്യാകുമാരി ഭാഗത്തേക്ക് എന്ത് കിട്ടാറുണ്ട്? സൗത്ത് വെസ്റ്റ് മൺസൂണിലും കുറച്ച് മഴ കിട്ടും. അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് മൺസൂൺ വരുമ്പോഴും കന്യാകുമാരിയിൽ കുറച്ച്, ഈ ഭാഗത്തേക്ക് കുറച്ച് മഴ കിട്ടും. അപ്പോൾ ഈ രീതിയിൽ തമിഴ്നാട്ടിൽ റിലേറ്റീവ്ലി മഴ കൂടിയ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ കന്യാകുമാരി ജില്ലയുടെ ഭാഗങ്ങളാണ്. അതുകൊണ്ടാണ് ഇത് ഹൈ റെയിൻഫാൾ സോണായിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, കന്യാകുമാരിയെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? അപ്പോൾ നീൽഗിരീസ് എന്താണ്? ഹൈ ആൾട്ടിറ്റ്യൂഡ് സോണാണ്. കന്യാകുമാരി എന്ന് പറയുന്നത് ഹൈ റെയിൻഫാൾ സോണാണ്. ഇത് എന്ന് പറയുന്നത് ഏതാണ്? ഈ ഒരു കളർ എന്ന് പറയുന്നത് കാവേരി ഡെൽറ്റയുടെ റീജിയനാണ്. 3 എണ്ണമായല്ലോ. പിന്നെ ഓരോ ദിക്കുകളിൽ എന്താണ് തിരിച്ചിരിക്കുകയാണ്. ഇത് എന്താണ്? സദേൺ സോണാണ്. ഏറ്റവും തെക്ക് വശത്തുള്ള സൗത്ത് ഏരിയ ആയിട്ടുള്ള ഇതെന്താണ്? സദേൺ സോണാണ്. ഇത് ഏതായിട്ട് വരുന്നുണ്ട്? നോർത്ത് ഈസ്റ്റേൺ സോൺ. ഇത് വടക്ക് കിഴക്കല്ലേ, നോർത്ത് ഈസ്റ്റേൺ സോൺ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ചെന്നൈ പോലെയുള്ള ഭാഗങ്ങളൊക്കെ എവിടെയാണ് വരുന്നത്? അതൊക്കെ നോർത്ത് ഈസ്റ്റേൺ സോണിൻ്റെ ഭാഗമായിട്ടാണ്. നോർത്ത് വെസ്റ്റേൺ സോൺ എന്ന് പറഞ്ഞാൽ ഏതാണ്? കൃഷ്ണഗിരി, ധർമ്മപുരി, സേലം, നാമക്കൽ ഭാഗങ്ങളൊക്കെ ഏതായിട്ടാണ് വരുന്നത്? നോർത്ത് വെസ്റ്റേൺ സോണായിട്ടാണ്. വെസ്റ്റേൺ സോണായിട്ട് ഏത് കിടക്കുന്നുണ്ട്? കോയമ്പത്തൂർ, ഈറോഡ്, തിരുപ്പൂരൊക്കെ വെസ്റ്റേൺ സോണായിട്ടും കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ 7 അഗ്രോ ക്ലൈമാറ്റിക് സോണുകളായിട്ടാണ് എന്തിനെ തിരിച്ചിട്ടുള്ളത്? തമിഴ്നാടിനെ തിരിച്ചിട്ടുള്ളത് എന്ന കാര്യം ചെയ്യുക കൂട്ടുകാർ ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ? സംശയങ്ങളില്ലല്ലോ? കൃത്യമാണ് എന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയല്ലേ. അപ്പോൾ ആൻസർ എത്രയായിരുന്നു? ഇതിൽ 7 ആയിരുന്നു ആൻസർ എന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ, വാട്ട് ഈസ് ദ ലാർജസ്റ്റ് ഡുൺ ഫോർമേഷൻ ഇൻ ഇന്ത്യ? ഇതാണ് ചോദ്യം. വാട്ട് ഈസ് ദ ലാർജസ്റ്റ് ഡൺ ഫോർമേഷൻ? അതായത് ഈ ഡൺസ് എന്ന് വെച്ചാൽ എന്താണ്?
ഡൊൺസ് എന്ന് വെച്ചാൽ എന്താണ്? കൂട്ടുകാർക്ക് അറിയില്ലേ ഡൺസ് എന്ന് വെച്ചാൽ എന്താണ് എന്ന കാര്യം കൂട്ടുകാർക്ക് ഓൾറെഡി അറിയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതായത് ഡൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ലോഞ്ചിറ്റ്യൂഡിനൽ വാലീസ്. ദേ ആർ ലോഞ്ചിറ്റ്യൂഡിനൽ വാലീസ്. അടിസ്ഥാനപരമായിട്ട് നദികൾ ഒക്കെ ഒഴുകുന്ന സമയത്ത് പലപ്പോഴും എങ്ങനെയാണ് ഈ നമ്മൾ പണ്ടത്തെ ഫോൾട്ടിംഗ് ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ആ സമയങ്ങളിലൊക്കെ എന്തുണ്ടാകും? നദികൾ ഒഴുകുന്ന സമയത്തും മറ്റും എന്തുണ്ടാകും? അവയുടെ ഇടയിലുള്ള ചില പ്രദേശങ്ങളെ നമ്മൾ ഇതുപോലെ ഡണ്ണുകൾ എന്ന് എന്ത് ചെയ്യാറുണ്ട്? വിളിക്കാറുണ്ട്. പ്രത്യേകിച്ച് നമ്മളുടെ ശിവാലിക് മേഖലകളിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്? ഈ രീതിയിലുള്ള ഡണ്ണുകൾ പലതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ഡൺ ഫോർമേഷൻ ഇൻ ഇന്ത്യ എന്നതാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇവർ ചോദിച്ചിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? അതായത് ദേ ആർ കൈൻഡ് ഓഫ് എ ലോഞ്ചിറ്റ്യൂഡിനൽ വാലീസ്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? പണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മളുടെ യുറേഷ്യൻ പ്ലേറ്റും ഇന്ത്യൻ പ്ലേറ്റും തമ്മിൽ കൂട്ടിയിടിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ആ സമയത്ത് എന്തുണ്ടായിട്ടുണ്ട്? ഫോൾഡ് മൗണ്ടെയിനുകൾ. ഹിമാലയാസ് എന്താണ്? ഫോൾഡ് മൗണ്ടെയിനുകളാണ് അല്ലേ? അപ്പോൾ ഈ യുറേഷ്യൻ പ്ലേറ്റിലേക്ക് ഇന്ത്യൻ പ്ലേറ്റ് വന്ന് ഇടിച്ച സമയത്ത് എന്തുണ്ടാക്കി? ഫോൾഡുകൾ ഉണ്ടായി അല്ലേ? ഈ ഫോൾഡിംഗ് ആണ് അടിസ്ഥാനപരമായിട്ട് എന്തിന് കാരണമാവുന്നത്? ഈ ഡൺ ഫോർമേഷൻ്റെ ബേസിക് ആയിട്ടുള്ള കാരണങ്ങൾ എന്ത് ചെയ്യുന്നത്? ഉണ്ടാവുന്നത്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? ശിവാലിക് ലെസർ ഹിമാലയാസ് റീജിയനിലാണ് ഇവ കൂടുതലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? കാണാനായിട്ട് സാധിക്കുന്നത്. ഇവയിലൂടെ എന്തൊഴുകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്? പ്രധാനപ്പെട്ട പല ഹിമാലയൻ റിവറുകളും എന്ത് ചെയ്യുന്നുണ്ട്? ഒഴുകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഡുൺ ഫോർമേഷനുകളിലെ പ്രധാനപ്പെട്ട ഡുൺ എന്ന് പറയുന്നത് ഏതാണ്? ഡെറാഡൂൺ ആണ്. അത് തന്നെയാണ് ലാർജസ്റ്റ് ഡുൺ എന്നും കൂടി എന്ത് ചെയ്യുക കൂട്ടുകാർ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഡണ്ണുകൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന കാര്യം കൂട്ടുകാർക്ക് ഏതാണ്ട് ഒരു ഐഡിയ ഉണ്ടായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ലെസർ ഹിമാലയാസിൻ്റെയും ശിവാലിക്കിൻ്റെയും ഇടയിലാണ് നമുക്ക് ഈ ഡൺ ഫോർമേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്തൊക്കെയാണ്? ലെസർ ഹിമാലയാസിൻ്റെയും ശിവാലിക്സിൻ്റെയും. ലെസർ ഹിമാലയാസ് കുറച്ചുകൂടി എന്തായിരിക്കും? ഹൈറ്റ് കൂടിയ ഭാഗമായിരിക്കും അല്ലേ? ശിവാലിക്സ് അത്രയ്ക്ക് ഹൈറ്റ് ഉണ്ടോ? അത്രയ്ക്ക് ഹൈറ്റ് ഇല്ല. അപ്പോൾ ഇവയുടെ ഇടയിലുള്ള ഈ ഭാഗങ്ങളിൽ നമുക്ക് ഈ ഇത്തരത്തിലുള്ള ഡണ്ണുകൾ, ലോഞ്ചിറ്റ്യൂണൽ വാലികൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? കൃത്യമാണല്ലോ? സംശയങ്ങളല്ലോ? സോ ഡൺസ് ആർ ലോഞ്ചിറ്റ്യൂണൽ വാലീസ് മെയ്ഡ് വെൻ ദ യുറേഷ്യൻ പ്ലേറ്റ് ആൻഡ് ഇന്ത്യൻ പ്ലേറ്റ് ക്രാഷ്ഡ് ഇൻടു ഈച്ച് അതർ അല്ലേ? കൊളാപ്സിംഗ് അല്ലെങ്കിൽ ഇന്ത്യൻ പ്ലേറ്റ് വന്നിട്ട് ക്രാഷ് ചെയ്തപ്പോൾ ഉണ്ടായവയാണ് എന്ന കാര്യം ഒന്ന് ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ? അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. ഇനി വേറൊരു കാര്യം ചോദിക്കട്ടെ, ബാക്കിയത്തെ ഈ ഡണ്ണുകളൊക്കെ എവിടെയാണെന്ന് കൂട്ടുകാർക്ക് അറിയോ? ഡെറാഡൂൺ എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ? ശിവാലിക് ഹിൽസിൻ്റെ ഭാഗമായിട്ടാണ് ഏത് ഡെറാഡൂൺ കിടക്കുന്നത് എന്ന കാര്യം നമുക്ക് അറിയാം. ഹരിക്കെ ഡൂൺ എവിടെയാണ്? ഏത് സംസ്ഥാനത്തിലാണെന്ന് അറിയോ നിങ്ങൾക്ക്? അത് പഞ്ചാബിലാണ്. എവിടെയാണ്? പഞ്ചാബിലാണ്. രണ്ട് പ്രധാനപ്പെട്ട നദികളുണ്ട്. ഏതൊക്കെയാണ്? ബേസും സത്ലജും. ഈ രണ്ട് നദികളുടെയും കോൺഫ്ലുവൻസിൻ്റെ ആ ഭാഗത്തായിട്ടാണ് ഈ ഹരിക്കെ ഡോൺ എന്ത് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? അതുപോലെ തന്നെ നലാഘർ ഡോൺ എവിടെയാണ്? അത് ഹിമാചൽ പ്രദേശിലാണ്. എവിടെയാണ്? ഹിമാചൽ പ്രദേശ്. കോട്ട പിന്നെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. രാജസ്ഥാൻ്റെ ഭാഗമായിട്ടാണ് കോട്ട ഡൺ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഓരോ ഡണ്ണുകളും എവിടെയാണ് എന്ന കാര്യം കൂടി കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയല്ലേ നമ്മൾ? ചോദ്യം ഇതാണ്: വിച്ച് ഓഫ് ദ പെരീനിയൽ റിവേഴ്സ് is 720 kilometers long and originates in the Himalayas flow through Chamba of Himachal Pradesh. അതായത് 720 കിലോമീറ്റർ നീളത്തിൽ ഒഴുകുന്ന ഹിമാലയാസിൽ ഒറിജിനേറ്റ് ചെയ്യുന്ന ഒരു പെരീനിയൽ റിവർ ഉണ്ട്. ഇത് എവിടെയാണ്? ചമ്പ ഓഫ് ഹിമാചൽ പ്രദേശിലെ ചമ്പ ഡിസ്ട്രിക്റ്റിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് ഒഴുകുകയും ചെയ്യുന്നുണ്ട്. താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ് ആ നദി എന്നതാണ് ചോദിച്ചിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? അപ്പോൾ കൃഷ്ണയല്ല എന്ന് നമുക്ക് എന്ത് ചെയ്തു? മനസ്സിലായി. സരയൂ റിവറും ഇത്രയ്ക്കില്ല എന്ന് നമുക്കറിയാം. അതും എന്ത് ചെയ്തു? നമ്മൾ കളഞ്ഞു. പിന്നെ യമുനയും ഏതാണ്? രവി റിവറുമാണുള്ളത്. യമുനയുടെ ഏതാണ്ട് ഓടുന്ന വഴി നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇതേതാണ്? ഇതല്ല, ചമ്പ ഡിസ്ട്രിക്റ്റിൻ്റെ അവിടെയല്ല എന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് നിങ്ങൾക്ക് ആ ജിയോഗ്രഫി ആയിട്ടുള്ള ഒരു ബന്ധം പോലെ ഇരിക്കും നിങ്ങൾക്കത്. അതുകൊണ്ട് ആൻസർ ഏതാണ്? രവി റിവറാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഏതാണ്? രവി റിവറാണ് നമ്മുടെ ആൻസർ വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? രവി റിവർ നമ്മുടെ കാംഗ്ര ഡിസ്ട്രിക്റ്റിലെ കാംഗ്ര ഡിസ്ട്രിക്റ്റിൻ്റെ അവിടെ നിന്നാണ് രവി റിവറിൻ്റെ എന്ത് ചെയ്യുന്നത്? ഒറിജിൻ വരുന്നത്. ഇനി രവി റിവറുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവാം. രണ്ട് കാര്യങ്ങൾ എന്ത് ചെയ്യുകയാണ് ഞാൻ ഈ കൂട്ടത്തിൽ രവി റിവറുമായിട്ട് ആഡ് ചെയ്യുകയാണ്. അതിലൊന്ന് ഏതാണ്? ചമേര ഡാം എവിടെയുണ്ട്? ഹിമാചൽ പ്രദേശിൽ ചമേര ഡാം നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറഞ്ഞാൽ ഏതാണ്? രഞ്ജിത് സാഗർ ഡാം. ഏതാണ്?
രഞ്ജിത്ത് സാഗർ ഡാം എവിടെയാണ്? പഞ്ചാബിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ പഞ്ചാബിൽ രഞ്ജിത്ത് സാഗർ ഡാമും ഹിമാചൽ പ്രദേശിലെ ചമേര ഡാമും എവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? രവി റിവറിലാണ് കാണാൻ സാധിക്കുന്നത് എന്ന കാര്യം വളരെ കൃത്യമായിട്ട് കൂട്ടുകാർ ആലോചിക്കുക. ഓരോ റിവറുമായി ബന്ധപ്പെട്ടിട്ട് ആ റിവർ ഏതെങ്കിലും ലേക്കുമായി ബന്ധമുണ്ടോ, ആ റിവർ ഏതെങ്കിലും നാഷണൽ പാർക്കുമായിട്ട് ബന്ധമുണ്ടോ, ആ റിവർ ഏതെങ്കിലും ഒരു ഡാമുമായിട്ട് ബന്ധമുണ്ടോ എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ SSCയുമായി ബന്ധപ്പെട്ട് RRBയുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ധാരാളമായിട്ട് വരാറുണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന പോയിന്റുകൾ പ്രത്യേകം നോട്ട് ഡൗൺ ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക? മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് കൂട്ടുകാർ ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ? സംശയങ്ങളില്ലല്ലോ? ഇനി സരയൂ നദി ഏത് നദിയുടെ ട്രിബ്യൂട്ടറി ആണെന്ന് കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടോ? ഏതാണ്? ഘാഗര അല്ലേ? ഘാഗര നമ്മുടെ ഗംഗാ നദിയുടെ പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറി ആയിട്ടുള്ള ഘാഗരയുടെ ട്രിബ്യൂട്ടറിയാണ് സരയൂ. എവിടെ നിന്നാണ് വരുന്നത്? നേപ്പാളിൽ നിന്ന് അല്ലേ? നേപ്പാളിൽ നിന്ന് വന്നിട്ട് ഉത്തർപ്രദേശിലേക്ക് കയറുകയാണ് ചെയ്യുന്നത് അല്ലേ? കൂട്ടുകാർക്ക് അത് അറിയാവുന്നത്. നേപ്പാളിൽ നിന്ന് വരുന്നു, എവിടേക്കാണ്? ഉത്തർപ്രദേശിലേക്കാണ് വരുന്നത്, ഘാഗര വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ഏതാണ്? കൃഷ്ണ റിവർ. കൃഷ്ണ റിവർ നിങ്ങൾക്ക് എന്തായാലും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എവിടെയാണ് ഒറിജിൻ? എവിടെയാണ്? മഹാബലേശ്വർ അല്ലേ? മഹാബലേശ്വർ, മഹാരാഷ്ട്രയിലെ മഹാബലേശ്വറിൽ നിന്നാണ് ഒഴുകി വരുന്നത്? കൃഷ്ണ റിവർ ഒഴുകി വരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ് എന്ന് വിശ്വസിക്കുകയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? നമുക്ക് ഈ സ്ഥലം മനസ്സിലായല്ലോ? ഈ പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ? ഹിസ്റ്റോറിക്കലിയും രവി റിവർ നമുക്ക് എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? ലാഹോറിലൂടെ എന്താണ് പോകുന്ന നദിയാണ് രവി റിവർ. ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്? 1930 ജനുവരി 26 ജവഹർലാൽ നെഹ്റു എന്ത് ചെയ്യുന്നത്? ആദ്യമായിട്ട് നമ്മുടെ ദേശീയ പതാക ഉയർത്തുകയും നമ്മൾ സ്വരാജ് പ്രഖ്യാപനം നടത്തുകയും ചെയ്യുന്നത് അല്ലേ? ഈ ദിവസത്തിൻ്റെ ഒരു ഓർമ്മ പുതുക്കലിലാണ് നമ്മൾ ഇപ്പോഴും എന്ത് ചെയ്യുന്നത്? റിപ്പബ്ലിക് ഡേ നമ്മൾ ഏത് ദിവസം? ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആവുമെന്ന് അന്നേ പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾ റിപ്പബ്ലിക് ഡേ ജനുവരി 26 ആഘോഷിക്കാൻ കാരണം എന്താണ്? ഈ രവി റിവറിൻ്റെ തീരത്ത് ഈ പതാക ഉയർത്തിയിട്ട് നമ്മളിത് പ്രഖ്യാപനം നടത്തിയതിൻ്റെ ഈ ഒരു ഓർമ്മയിൽ കൂടി ആണ് അല്ലേ? കൂട്ടുകാർക്ക് അതൊക്കെ അറിയാമെന്ന് വിശ്വസിക്കുകയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയല്ലേ? ദ റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് പല തവണയായി നമ്മുടെ ഏത് ഡിഗ്രി ലെവലിൽ ഇപ്പോൾ PSC എക്സാം നോക്കിക്കോളൂ, SSC, RRB സ്ഥിരമായിട്ട് വരുന്ന ചോദ്യങ്ങളൊന്നാണ് സ്റ്റീൽ പ്ലാന്റുകളെ. ഏറ്റവും ആദ്യം വന്ന് സ്റ്റീൽ പ്ലാന്റുകളെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങൾ അല്ലേ? അപ്പോൾ ആ ഭാഗം എന്ത് ചെയ്യേണ്ടതുണ്ട്? കൂട്ടുകാർ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെ എന്ത് ചെയ്യേണ്ടതുണ്ട്? പോകേണ്ടതുണ്ട്. അത് നിങ്ങളുടെ ഒരു ഡ്യൂട്ടി തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതെന്ത് ചെയ്യുക? അത് കൃത്യമായിട്ട് ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നോക്കുകയല്ലേ നമുക്ക് സ്റ്റീൽ പ്ലാന്റുകൾ എങ്ങനെയൊക്കെയാണ് നോക്കുകയല്ലേ? നമുക്കിന്ന് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കൂ, ചോദ്യം എന്താ? ദ റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് വാസ് സെറ്റപ്പ് ഇൻ കൊളാബറേഷൻ വിത്ത് ജർമ്മനി ഇൻ വിച്ച് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്നതാണ് ചോദ്യം. അപ്പോൾ റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് താഴെ തന്നിട്ടുള്ളവയിലെ ഏത് സംസ്ഥാനത്തിലാണ് വന്നത് എന്നതാണ് ചോദ്യം. രണ്ട് രീതിയിൽ ചോദിക്കാറുണ്ട്. ഒന്ന്, സ്റ്റീൽ പ്ലാന്റ് ഏതാണ് എന്ന് ബാക്കി ഡീറ്റെയിൽസ് തന്നിട്ട് ചോദിക്കും. അല്ലെങ്കിൽ ഏത് രാജ്യവുമായി ചേർന്നാണ് നമ്മളിത് ഉണ്ടാക്കിയത്. ഇത് വെറും ജർമ്മനി അല്ല, വെസ്റ്റ് ജർമ്മനിയുമായി ചേർന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റൂർക്കേല ഉണ്ടാകുന്നത്. കാരണം ഈ കാലഘട്ടം എന്ന് പറയുന്നത് കോൾഡ് വാറിൻ്റെ കാലഘട്ടമാണ്. ഈ കാലഘട്ടം എന്ന് കോൾഡ് വാറിൻ്റെ കാലഘട്ടമാണ്. ജർമ്മനി യുദ്ധത്തിന് ശേഷം എന്ത് ചെയ്തിട്ടുണ്ട്? ഡിവൈഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അല്ലേ? വെസ്റ്റ് ജർമ്മനി എന്നും ഈസ്റ്റ് ജർമ്മനി എന്നും പറഞ്ഞിട്ട്. ഈസ്റ്റ് ജർമ്മനി ആരുടെ കീഴിലായിരുന്നു? USSRൻ്റെ കീഴിലായിരുന്നു. വെസ്റ്റ് ജർമ്മനി USA-യും ബാക്കിയുള്ള യൂറോപ്യൻ നേഷൻസും നയിക്കുന്ന ആ ഒരു സഖ്യത്തിൻ്റെ കീഴിലായിരുന്നു വെസ്റ്റേൺ ജർമ്മനിയുടെ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നത്. ഇവരെ രണ്ടുപേരെയും കൂടിയിട്ട് എന്താണ് വേർതിരിക്കുന്ന ഒരു വാൾ, ബെർലിൻ വാളും എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? അവിടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അറിയാം. അപ്പോൾ ഈ വെസ്റ്റേൺ ജർമ്മനിയുടെ, അതായത് നമ്മളുടെ USA നേതൃത്വം കൊടുക്കുന്ന ആ ഒരു ഭാഗത്തുള്ള വെസ്റ്റേൺ ജർമ്മനിയുടെ സഹായത്തോട് കൂടിയിട്ടാണ് നമ്മൾ റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് എന്ത് ചെയ്യുന്നത്? സ്ഥാപിക്കുന്നത്. അത് ആദ്യം മനസ്സിലാക്കുക. ഇനി അടുത്ത ചോദ്യം, ഇത് ഏത് സംസ്ഥാനത്തിലായിരുന്നു എന്നതാണ്. ഏത് സംസ്ഥാനത്തിലായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ കൂട്ടുകാർക്ക്? ഏതിലായിരുന്നു? ഒഡീഷ സംസ്ഥാനത്തിലായിരുന്നു. ഏതിലായിരുന്നു? ഒഡീഷയിലാണ് റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് വരുന്നത്. ഇനി ഇതല്ലാതെ 3 ആളുകളെ കൂടി എന്ത് ചെയ്യേണ്ടതുണ്ട് കൂട്ടുകാർ? ഓർക്കേണ്ടതായിട്ടുണ്ട്. ആരൊക്കെയാണത്? ഒന്നാമത്തേത് ദുർഗാപൂരാണ്. ഏതാണ്? ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ്. ഈ നമ്മുടെ നമ്മളുടെ ഈ ദുർഗ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട ആഘോഷങ്ങളൊന്നും ഏതാണ്? നവരാത്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മഹാനവമി, വിജയദശമി ആഘോഷങ്ങളാണ് അല്ലേ? ദുർഗ എന്ന് പറയുന്ന സമയത്ത് ഈ ദുർഗാദേവിയുടെ ഏറ്റവും വലിയ ആരാധന നടക്കുന്ന നവരാത്രി ആഘോഷം അത്രയും ശക്തമായി നടക്കുന്നത് ഏത് സംസ്ഥാനമാണ്? വെസ്റ്റ് ബംഗാളാണ് അല്ലേ? അപ്പോൾ ദുർഗാപൂർ എന്ന് കേൾക്കുമ്പോൾ വെസ്റ്റ് ബംഗാളിലാണ് ഈ സ്റ്റീൽ പ്ലാന്റ് എന്ന കാര്യം കൂട്ടുകാർ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ആലോചിക്കുക. ആരായിരുന്നു? UK ആയിരുന്നു. UKയുടെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ദുർഗാപൂർ അല്ലേ? വെസ്റ്റ് ബംഗാളിലാണ്. UK എന്ന് വെച്ചാൽ ഇംഗ്ലണ്ടിൻ്റെ ആദ്യത്തെ ഇന്ത്യയിലെ മെയിൻ ഏരിയ എവിടെയായിരുന്നു? ബംഗാളായിരുന്നില്ലേ? അങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. അപ്പോൾ ദുർഗാപൂർ വെസ്റ്റ് ബംഗാളിലായിരുന്നു. UKയുടെ സഹായത്തോട് കൂടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? അത് ഉണ്ടാക്കുന്നത്. അടുത്ത ആളേരാണ്? ബൊക്കാറോ അല്ലേ?
ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് ഉണ്ട്. ഇനി ഈ ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് എവിടെയാണ്? അത് ജാർഖണ്ഡിലാണ്. എവിടെയാണ്? ജാർഖണ്ഡിലാണ് ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ്. ഇനി ഇത് ആരുടെ സഹായത്തോട് കൂടിയിട്ടായിരുന്നു? USSRൻ്റെ സഹായത്തോട് കൂടിയിട്ടായിരുന്നു ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് ഉണ്ടായിരുന്നത്. മനസ്സിലാവുന്ന കൂട്ടുകാർക്ക്? അടുത്ത ഏതാണ്? ഭിലായി സ്റ്റീൽ പ്ലാന്റ് ഉണ്ടായിരുന്നു അല്ലേ? ഭിലായി സ്റ്റീൽ പ്ലാന്റ് എവിടെയായിരുന്നു? ഏത് സംസ്ഥാനത്തിലാണ്? ഛത്തീസ്ഗഡ്. എവിടെയാണ്? ഛത്തീസ്ഗഡ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഇതും ആരുടെ സഹായത്തോടു കൂടി തന്നെയാണ്? USSRൻ്റെ സഹായത്തോടു കൂടി തന്നെയാണ്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? ഈ ഒരു ഡേറ്റ, ഈ സ്ലൈഡിൽ കാണുന്ന ഡേറ്റ പല തവണ പല എക്സാമുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വന്നിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇത് വിടരുത്. ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് കൂട്ടുകാർ ശ്രദ്ധിക്കുക. അപ്പോൾ റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് വെസ്റ്റ് ജർമ്മനിയുടെ കൊളാബറേഷനോട് കൂടിയിട്ട് ഒഡീഷയിലാണ് വരുന്നത്. ദുർഗാപൂർ വെസ്റ്റ് ബംഗാൾ, എവിടെയാണ്? വെസ്റ്റ് ബംഗാൾ സംസ്ഥാനത്തിൽ UK സഹായത്തോട് കൂടിയിട്ട്. ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് ജാർഖണ്ഡിൽ USSRൻ്റെ സഹായത്തോട് കൂടിയിട്ട്. ഭിലായ് ഛത്തീസ്ഗഡിൽ USSRൻ്റെ സഹായത്തോട് കൂടിയിട്ട്. മറക്കരുത്, വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ആലോചിച്ച് വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ലോങ്ങസ്റ്റ് ലേക്ക് ഇൻ ഇന്ത്യ? വളരെ ശ്രദ്ധിക്കണം. എന്താണ് ലോങ്ങസ്റ്റ് ലേക്ക് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? ലോങ്ങസ്റ്റ് ലേക്ക് ഏതാണ്? ശിവാജി സാഗർ ആണോ? ഇന്ദിരാസാഗർ ആണോ? ചില്ലിക ലേക്ക് ആണോ? അതോ വേമ്പനാട് ലേക്ക് ആണോ? ഏതാണെന്നാണ് കൂട്ടുകാർക്ക് തോന്നുന്നത്? ശരിയായ ഉത്തരം നമ്മുടെ സ്വന്തം കേരളത്തിലുള്ള വേമ്പനാട് ലേക്കാണ്. ഏതാണ്? വേമ്പനാട് ലേക്കാണ്. അതായത് നമ്മളുടെ എറണാകുളം, ആലപ്പുഴ എന്ന് പറഞ്ഞ താഴത്തേക്ക് എന്താണ് പറയുക? നീണ്ടു കിടക്കുന്ന നമ്മളുടെ വേമ്പനാട് ലേക്കാണ് ഏതെന്ന് പറയുന്നത്? കൊല്ലത്തിൻ്റെ സൈഡിലേക്കും കിടക്കുന്നുണ്ട് അല്ലേ? ഇങ്ങനെ കിടക്കുന്ന നമ്മളുടെ വേമ്പനാട് ലേക്കാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഏറ്റവും നീളമേറിയ ലേക്കായിട്ട് അറിയപ്പെടുന്നത് അല്ലേ? അപ്പോൾ ഇത് ആലപ്പുഴയിലേത് പുന്നമടക്കായൽ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട് അല്ലേ? വള്ളംകളിയൊക്കെ നടക്കണം, നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ ഒരു ലേക്കാണ് ലോങ്ങസ്റ്റ് ലേക്ക്. എനിക്ക് തോന്നുന്നു ഏരിയ വൈസും ഏറ്റവും വലിയത് വേമ്പനാട് കായലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അതിൻ്റെ എന്താ പറയുക, കപ്പാസിറ്റി ആ ഒരു രീതിയിൽ നോക്കുന്ന സമയത്ത് വേറെ ലേക്കുകൾ വരുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നില്ല. ലോങ്ങസ്റ്റ് ലേക്ക് ഏതാണ്? വേമ്പനാട് ലേക്ക്. കാരണം നമുക്ക് ഇതിൽ പറഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ലേക്കുകൾ എവിടെയാണ് എന്നുകൂടി നമുക്കൊന്ന് എന്ത് ചെയ്യേണ്ടതുണ്ട്? പറഞ്ഞു പോകേണ്ടതുണ്ട്. ശിവാജി സാഗർ ലേക്ക് എവിടെയാണ്? ശിവാജി എന്ന പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും അല്ലേ? മഹാരാഷ്ട്രയിലാണ്. ഇതൊരു എന്താണ്, ഏത് ഡാം കാരണമാണ് അതുണ്ടാകുന്നത്? കോയ്ന ഡാം. ഈ കോയ്ന ഡാം പല തവണ ചോദ്യം വന്നിട്ടുള്ള ഒരു ഡാമാണ്. കോയ്ന ഡാം എന്ന് പറയാം. ഈ കോയ്ന ഡാമാണ് എന്ത് റിസർവോയർ ഉണ്ടാക്കുന്ന ലേക്ക് സൃഷ്ടിക്കുന്നത്? ശിവാജി സാഗർ ലേക്ക് സൃഷ്ടിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ കോയ്ന ഡാം എവിടെയാണെന്നോ ശിവാജി സാഗർ ലേക്ക് എവിടെയാണെന്നോ ചോദിക്കാം. ശിവാജി സാഗർ ചോദിച്ചാൽ ഒന്നുകൂടി മഹാരാഷ്ട്ര ചിലപ്പോൾ ഊഹിക്കും ആളുകൾ അല്ലേ? അതുകൊണ്ട് പലപ്പോഴും കോയ്ന ഡാം എവിടെയാണ് എന്ന് എന്ത് ചെയ്യാറുണ്ട്? ചോദ്യങ്ങൾ വരാറുണ്ട്. കോയ്ന ഡാം മഹാരാഷ്ട്രയിലാണ്. ഈ കോയ്ന ഡാമാണ് ശിവാജി സാഗർ ലേക്കിനെ സൃഷ്ടിക്കുന്നത് എന്ന കാര്യം എന്ത് ചെയ്യുക? കൃത്യമായിട്ട് കൂട്ടുകാരെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം ഏതാണ്? ഇന്ദിരാസാഗർ ലേക്കാണ്. അടുത്ത ചോദ്യം ഏതാണ്? ഇന്ദിരാസാഗർ ലേക്ക്. ചോദ്യമല്ല, അടുത്ത ഓപ്ഷൻ ഇന്ദിരാസാഗർ ലേക്കാണ്. എവിടെയാണ്? മധ്യപ്രദേശിലാണ് അല്ലേ? കഴിഞ്ഞ നമ്മുടെ ഇതിന് മുമ്പുള്ള സെഷനിൽ, ഇതേ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ സെഷനിൽ നമ്മൾ ഇന്ദിരാസാഗർ കാണിച്ചിരുന്നു. ഏത് നദിയുടെ കാര്യം ചർച്ച ചെയ്തപ്പോഴാണ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത് കൂട്ടുകാരത്? അത് നർമ്മദ നദിയെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ നമ്മൾ ആ മാപ്പിൽ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇന്ദിരാസാഗർ ലേക്ക് എവിടെയാണെന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതെന്ത് ചെയ്യുക? ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ചില്ലിക ലേക്ക് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. എവിടെയാണ്? ഒഡീഷയിലാണ് ചില്ലിക ലേക്ക് ഉള്ളത്. നമ്മളുടെ ഏറ്റവും വലിയ ബ്രാക്കിഷ് വാട്ടർ ലേക്കാണ് അല്ലേ? ലാർജസ്റ്റ് ബ്രാക്കിഷ് വാട്ടർ ലേക്കാണ് ഏത്? ചില്ലിക ലേക്ക് എന്ന കാര്യം കൂട്ടുകാർക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ നമ്മളിവിടെ 4 ലേക്കുകളുടെ പ്രത്യേകതകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യുക? വളരെ കൃത്യമായിട്ട് എഴുതാൻ നോക്കുക. കോയ്ന ഡാം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്ദിരാസാഗർ ലേക്ക് നർമ്മദയിലാണ് എന്ന് ആലോചിക്കുക. മധ്യപ്രദേശിലാണ് എന്ന കാര്യവും ആലോചിക്കാനായിട്ട് കൂട്ടുകാർ ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ? ആ ഭാഗത്ത് ഇനി വലിയ സംശയങ്ങളില്ല എന്ന് വിശ്വസിക്കുകയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. എന്തൊക്കെയാണ് ചോദിക്കുന്നത്? അനേർ, പഞ്ചാര, വാഘർ ആർ ട്രിബ്യൂട്ടറീസ് ഓഫ് വിച്ച് റിവർ? ഇതിൽ ചെറിയ സ്പെല്ലിംഗ് ഇഷ്യൂസ് ഉണ്ട് ഈ പേരുകളിൽ, അതൊന്ന് ക്ഷമിക്കുക. ചോദ്യം എന്താ? ഈ തന്നിട്ടുള്ള എന്താ പറയുന്നത് ട്രിബ്യൂട്ടറീസ് ഏത് റിവറിൻ്റേതാണ് എന്നതാണ് ചോദ്യം അല്ലേ? നോക്കൂ കൂട്ടുകാരെ, നമ്മൾ വളരെ കൃത്യമായിട്ട് മാപ്പോട് കൂടി തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് പഠിച്ചിട്ടുണ്ട്. നോക്കൂ, ഏതാണ്? പഞ്ചാര അതാ ഇവിടെ കിടക്കുന്നു. വാഘർ എവിടെ കിടക്കുന്നു? ഇവിടെ കിടക്കുന്നു. അനേർ ദാ ഇവിടെ കിടക്കുന്നു
അല്ലേ? ഈ 3 ആളുകളെക്കുറിച്ചല്ലേ ചോദിച്ചിട്ടുള്ള. ചെറുതായിട്ട് സ്പെല്ലിങ്ങുകൾ അവിടെ ഓരോ രീതിയിൽ ഓരോ ചെറുതായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നുണ്ടെന്നുള്ളൂ. അനേർ അതുപോലെ തന്നെയാണ്. പഞ്ചാര ഇത്തിരി മാറ്റമുണ്ട്. വഘറിൽ ഒരു യു എക്സ്ട്രാ വരുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ രീതിയിൽ എന്താണ്, ഈ 3 എണ്ണവും നമ്മൾ എവിടെ കണ്ടിട്ടുണ്ട്? ആരുടെ ട്രിബ്യൂട്ടറി ആയിട്ട് കണ്ടിട്ടുണ്ട്? താബി റിവറിൻ്റെ ട്രിബ്യൂട്ടറീസ് ആയിട്ട് കണ്ടിട്ടുണ്ട്. അതിന് പുറമെ ബാക്കിയുള്ള ആളുകൾ നമുക്ക് എന്താണ് ഇവിടെ ഏതൊക്കെയാണ് നമുക്ക് അറിയാവുന്നതാണ് അല്ലേ? താബി റിവറിനെ കുറിച്ച് എന്തൊക്കെയാണ് നമുക്ക് അറിയാവുന്നത്? എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്? മുൾട്ടായ് റിസർവ് ഫോറസ്റ്റ്, മധ്യപ്രദേശിലെ മുൾട്ടായ് റിസർവ് ഫോറസ്റ്റിൽ നിന്നാണ് താബി റിവറിൻ്റെ ഒറിജിൻ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 734 കിലോമീറ്ററാണ് ഒഴുകുന്നത്. എവിടേക്കാണ് ഒഴുകുന്നത്? നമ്മളുടെ പടിഞ്ഞാറോട്ട് അറബിക്കടലിലോട്ടാണ് ആരൊഴുകുന്നത്? താബി റിവർ ഒഴുകുന്നത് എന്ന കാര്യം കൂട്ടുകാർ ആലോചിക്കുക. സത്പുര റേഞ്ചിൻ്റെയും മഹാദേവ് ഹിൽസിൻ്റെയും ഭാഗത്തു കൂടിയാണ്, അതിനിടയിലൂടെയാണ് ആരൊഴുകി വരുന്നത്? താബി ഒഴുകി വരുന്നത്. 2 രീതിയിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. എന്തൊക്കെയാണ്? ദ ട്വിൻ ഓഫ് നർമ്മദ അല്ലേ? നമുക്കറിയാം ഇങ്ങനെ താബി ഒഴുകുന്നുണ്ട്, ഇതിന് മുകളിൽ ഇതേപോലെ പാരലായിട്ട് ആരൊഴുകുന്നുണ്ട്? നർമ്മദ ഇപ്പുറത്ത് ഒഴുകുന്നുണ്ട്. അപ്പോൾ ഏതാണ്ട് ഒരുപോലെ ഇങ്ങനെ ഒഴുകി വരുന്ന 2 ആളുകൾ എന്ന രീതിയിൽ ദ ട്വിൻ അല്ലെങ്കിൽ ദ ഹാൻഡ് മെയ്ഡ് ഓഫ് നർമ്മദ എന്ന് എന്ത് ചെയ്യുന്നു? താബി റിവർ അറിയപ്പെടുന്നു. ഗൾഫ് ഓഫ് കമ്പത്തിലേക്കാണ്, കമ്പ എന്ന് ഇംഗ്ലീഷിൽ പറയും, ഗൾഫ് ഓഫ് കമ്പത്തിലേക്കാണ് ആര് വന്ന് ഒഴുകി ഇറങ്ങുന്നത്? താബി റിവർ വന്ന് ഒഴുകി ഇറങ്ങുന്നത്. സൂറത്ത് നഗരം ആരുടെ തീരത്തായിട്ടാണ് നമുക്ക് കാണാൻ? നോക്കൂ, സൂറത്ത് ഉണ്ടോ ഇവിടെ? സൂറത്ത് നഗരം എവിടെയാണ്? നമ്മളുടെ ഈ ഒരു നദിയുടെ തീരത്തായിട്ടുള്ള ഒന്നാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ താബി റിവറാണ് ഈ പറഞ്ഞിട്ടുള്ള താബി റിവറിൻ്റേതാണ് ആരൊക്കെ? അനേർ, വാഘർ, പഞ്ചാര എന്നിവരെല്ലാം ആരുടെ ട്രിബ്യൂട്ടറീസ് ആണ്? താബി നദിയുടെ ട്രിബ്യൂട്ടറീസ് ആണ് എന്ന കാര്യം കൂട്ടുകാർ വളരെ കൃത്യമായിട്ട് ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. 2 കാര്യങ്ങളാണ്. ഒന്ന്, മുൾട്ടായ് റിസർവ് ഫോറസ്റ്റിൽ നിന്നാണ് വരുന്നത് എന്ന കാര്യം. ഒറിജിൻ എപ്പോഴും നദികളുടെ ഒറിജിൻ എന്ത് ചെയ്യാറുണ്ട്? ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. അത് ആലോചിക്കാനായിട്ട് കൂട്ടുകാർ ശ്രദ്ധിക്കുക. ഒപ്പം തന്നെ സൂറത്ത് നഗരം ഇതിൻ്റെ തീരത്താണ് എന്ന കാര്യം പ്രത്യേകം ആലോചിക്കുക. ഗൾഫ് ഓഫ് കമ്പത്തിലേക്കാണ് ഒഴുകി ഇറങ്ങുന്നത് എന്ന കാര്യം ആലോചിക്കുക. ട്വിൻ ഓഫ് നർമ്മദ, അത് നിങ്ങൾക്ക് ഓൾറെഡി ഊഹിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു അല്ലേ? ദ ഹാൻഡ് മെയ്ഡ് ട്വിൻ ഓഫ് നർമ്മദ നിങ്ങൾക്ക് ഓർക്കാൻ പറ്റും. താബി, നർമ്മദ, താബി നമ്മൾ ഒരുമിച്ചാണ് എപ്പോഴും പറയാറുള്ളത്. ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കാനായിട്ട് കൂട്ടുകാർ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവയെല്ലാം ആരുടെ ട്രിബ്യൂട്ടറി ആണ്? താബി നദിയുടെ ട്രിബ്യൂട്ടറി ആണ് എന്ന കാര്യം ഓർക്കുന്നതിന് വേണ്ടിയിട്ട് കൂട്ടുകാർ ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ? സംശയങ്ങളില്ലെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയല്ലേ നമ്മൾ? അടുത്ത ചോദ്യം ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് റിവേഴ്സ് ഡസ് നോട്ട് ഫ്ലോ ഇൻ കേരള സ്റ്റേറ്റ്? നോക്കൂ, ഇത് SSC എക്സാമാണ്. ഓക്കെ, അതുകൊണ്ട് ഒരുപാട് നോർത്ത് ഇന്ത്യൻ പലയിടത്തുള്ള ആളുകൾ എഴുതുന്നതാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ടഫ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നമുക്കിത് വളരെ വളരെ പ്ലേറ്റിൽ വെച്ചിട്ട് നമുക്കൊരു സമ്മാനം തന്ന പോലെയുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത് അല്ലേ? കാരണം നമുക്ക് വളരെ കൃത്യമായിട്ട് ഇതിൻ്റെ ആൻസർ എഴുതി പോകാൻ പറ്റുന്നൊരു കാര്യമാണ്. ഭാരതപ്പുഴ നമുക്കറിയാം, പെരിയാർ നമുക്കറിയാം, പമ്പ നമുക്കറിയാം അല്ലേ? അപ്പോൾ ആരാണില്ലാത്തത്? പെന്നാറ് മാത്രമാണ് ഇവിടെ ഒഴുകാത്തത്, നമ്മുടെ കേരളത്തിലൂടെ ഒഴുകാത്തത്. ഇനി പെന്നാറുമായി ബന്ധപ്പെട്ട 2 കാര്യങ്ങൾ കൂട്ടുകാർ എന്ത് ചെയ്യേണ്ടതുണ്ട്? ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇത് എവിടെയാണ് ഒഴുകുന്നത്? ആന്ധ്രാപ്രദേശിലൂടെയാണ് പെന്നാർ ഒഴുകുന്നത്. കാരണം പലപ്പോഴും പെന്നാർ ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പല കൂട്ടുകാരും തമിഴ്നാട്ടിൽ എന്ന് പറയാറുണ്ട്. തമിഴ്നാടല്ല, പേര് കേൾക്കുമ്പോൾ പെന്നാർ എന്നൊക്കെ കേൾക്കുമ്പോൾ തമിഴ്നാട് എന്ന് തോന്നാൻ സാധ്യതയുണ്ട്. പക്ഷേ ആന്ധ്രാപ്രദേശിലൂടെ ഒഴുകുന്നൊരു നദിയാണ് പെന്നാർ എന്ന കാര്യം കൂട്ടുകാരെന്ത് ചെയ്യുക? ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പെന്നാറിൻ്റെ ഒറിജിൻ എവിടെയാണെന്ന് അറിയോ കൂട്ടുകാർക്ക്? പെന്നാറിൻ്റെ ഒറിജിൻ കർണാടക സംസ്ഥാനത്തിലാണ്. എവിടെയാണ്? കർണാടക സംസ്ഥാനത്തിലുള്ള ചെന്നകേശവ ഹിൽസ് എന്ന് പറയും. ഏതാണ്? ചെന്നകേശവ ഹിൽസ് ഉണ്ട്. നമ്മുടെ നന്ദിദുർഗ് റേഞ്ച് എന്ന് പറയും. ഏതാണ്? നന്ദിദുർഗ് റേഞ്ച്. അപ്പോൾ നന്ദിദുർഗ് റേഞ്ച് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കർണാടകയാണെന്ന് ഇനി കൂട്ടുകാർക്ക് മനസ്സിലാക്കണം. ചെന്നകേശവ ഹിൽസ് ഓഫ് നന്ദിദുർഗ് റേഞ്ച്, അവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു കർണാടകയിൽ നിന്നാണ് പെന്നാർ ഒഴുകി വരുന്നത്. എന്നിട്ട് ആന്ധ്രാപ്രദേശിലൂടെ ഒഴുകിയിട്ട് എന്ത് ചെയ്യുന്നു? അത് പോയിട്ട് ബേ ഓഫ് ബംഗാളിലേക്ക് പതിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ ഉണ്ടാക്കുന്ന, അതായത് പെന്നാർ റിവർ ഉണ്ടാക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും സവിശേഷതയാർന്നിട്ടുള്ള ഒരു ലാൻഡ് ഫോം ഉണ്ട്. അതെന്താ അറിയുക കൂട്ടുകാർക്ക്? അത് ഗ്രേറ്റ് കാനിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയാം, അല്ലെങ്കിൽ ഗ്രേറ്റ് കാനിയൻ ഓഫ് എന്താണെന്ന് അറിയപ്പെടുന്നത്? ഗാന്ധിക്കോട്ട. എന്താണ്? ഗ്രേറ്റ് കാനിയൻ ഓഫ് ഗാന്ധിക്കോട്ട.
ഗ്രേറ്റ് കാനിയൻ ഓഫ് ഗാന്ധിക്കോട്ട. കാനിയൻസ് അറിയില്ലേ നിങ്ങൾക്ക്? ഈ കാനിയൻ ഫോമിൽ ഇങ്ങനെ വലിയ രണ്ട് ചെങ്കുത്തായി നിൽക്കുന്ന, എന്താ പറയുക, ഇങ്ങനെ നിൽക്കുന്ന പാറക്കഷ്ണങ്ങളുടെ ഇടയിലൂടെയാണ് ആരൊഴുകുന്നത്? ഈ നദി പണ്ട് കാലം മുതൽ ഒഴുകിയിട്ട് ഇതിനെ കാർവ് ചെയ്ത് ഇവിടം എന്താക്കി മാറ്റിയിട്ടുണ്ട്? ഒരു വലിയ കാനിയൻ പോലെയാക്കി മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ എന്താണ്? ഇതിൻ്റെ അടിയിൽ കൂടെയാണ് ആരൊഴുകുന്നത്? നദി ഒഴുകി പോകുന്നത്. ഇങ്ങനൊരു ഗ്യാപ്പ് മനസ്സിലാവുന്നുണ്ടോ? ഗാന്ധിക്കോട്ട എന്താണ്? ഗാന്ധിക്കോട്ട കാനിയൺ എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. ഇത് ഗ്രേറ്റ് കാനിയൻ ഓഫ് ഗാന്ധിക്കോട്ട എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ആന്ധ്രാപ്രദേശിലെ ഒരു എന്താണ് വളരെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2 വർഷം മുമ്പത്തെ UPSC എക്സാമിൽ ഇങ്ങനെ ഈ ഗാന്ധിക്കോട്ട എന്ന് തന്നിട്ട് ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അത് എവിടത്തെയാണ്, ഏത് സംസ്ഥാനത്തിലാണെന്നൊരു ചോദ്യം ഡയറക്റ്റ്ലി അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ഗാന്ധിക്കോട്ട കാനിയൻ, ഗ്രേറ്റ് കാനിയൻ ഓഫ് ഗാന്ധിക്കോട്ട പെന്നാറിലാണ് എന്നും പെന്നാർ ഒഴുകുന്ന ആന്ധ്രയിലൂടെയാണ് എന്നും കർണാടകയിൽ നിന്നാണ് ഒറിജിൻ എന്ന കാര്യമൊക്കെ എന്ത് ചെയ്യുക, എവിടെയാണ്? ചന്ന കേശവ ഹിൽസ് ഓഫ് നന്ദി ദുർഗ റേഞ്ചിൽ നിന്നാണ് ഒറിജിൻ എന്ന കാര്യമൊക്കെ കൂട്ടുകാർ ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ കേരളത്തിൽ ഒഴുകാത്ത നദി മനസ്സിലായല്ലോ. ശരി. അടുത്തത് എന്താണ്? ദ വെസ്റ്റേൺ സൈക്ലോണിക് ഡിസ്റ്റർബൻസ് ഒറിജിനേറ്റ് ഓവർ. വെസ്റ്റേൺ സൈക്ലോണിക് ഡിസ്റ്റർബൻസ് എന്ന് നമ്മൾ പറയും അല്ലേ, അത് എവിടെയാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത് എന്നതാണ് ചോദ്യം. എനിക്ക് തോന്നുന്നു ഏതാണ്ടൊരു ഓർമ്മയുണ്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാകും. എവിടെയാണ്? മെഡിറ്ററേനിയനിലാണ് അല്ലേ. കാരണം വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് എന്ന് പറയും. വെസ്റ്റേൺ സൈക്ലോണിക് ഡിസ്റ്റർബൻസിനെ നമ്മൾ ചുരുക്കിയിട്ട് വെസ്റ്റേൺ ഡിസ്റ്റർബൻസുകൾ എന്നാണ് നമ്മൾ പറയാറുള്ളത്. അപ്പം മെഡിറ്ററേനിയൻ കടലുണ്ടല്ലോ, ഇങ്ങനെ മെഡിറ്ററേനിയൻ കിടക്കണ്ടല്ലോ. ഇവിടെ യൂറോപ്പാണ്, ഇവിടെ ആഫ്രിക്കയാണ്, ഇവിടെ എന്താണ്? ഏഷ്യയാണ് കിടക്കുന്നത്. മെഡിറ്ററേനിയൻ്റെ അവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഈ വെസ്റ്റേൺ ഡിസ്റ്റർബൻസുകൾ ഉണ്ടാകുന്നത്. സൈക്ലോണിക് ലോ പ്രഷർ ആണ് ഇവ. ഏതാണ്? ലോ പ്രഷർ സിസ്റ്റങ്ങളാണിവ. ഇവ എന്ത് ചെയ്യും? എന്നിട്ട് വെസ്റ്റർലീസിനോടൊപ്പം, വെസ്റ്റർലീസിലെ ജെറ്റ് സ്ട്രീമുകൾക്കില്ലേ, അതിനോടൊപ്പം എന്ത് ചെയ്യും? ഇവ യാത്ര ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? ഇവ യാത്ര ചെയ്ത് പോകുന്ന സമയത്ത് ഇന്ത്യയുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മളുടെ വിൻ്റർ സമയത്തുണ്ടല്ലോ, വിൻ്റർ സമയത്ത് നമ്മളുടെ റാബി വിളകളില്ലേ, ഇത് പലപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. റാബി വിളകൾ, അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ വീറ്റ് കൃഷിയൊക്കെ, ഗോതമ്പ് കൃഷിയൊക്കെ ഉണ്ടാവാറുണ്ടല്ലേ. ഈ കൃഷികൾക്ക് എന്താണ്? ഈ ഒരു വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് കാരണം എന്ത് ചെയ്യും? അവയുടെ വിളവെടുപ്പിന് മുമ്പായിട്ട് ഒരു നല്ലൊരു ചെറിയൊരു മഴ ലഭിക്കും. കുത്തിയടിച്ച മഴയല്ല, ഒരു നല്ല കുറച്ച് മഴകൾ ലഭിക്കും. ഈ റെയിന് ഈ ഗോതമ്പ് കൃഷിക്കും മറ്റും എന്താണ്? അവയുടെ വിളയെടുപ്പിന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? അപ്പോൾ റാബി കൃഷിക്ക് അല്ലെങ്കിൽ വീറ്റ് കൃഷിക്ക് അതുമായി ബന്ധപ്പെട്ട റെയിൻ ലഭിക്കുന്നതൊക്കെ എന്ത് കാരണമാണ്? ഈ വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് കാരണമാണ്. നോർത്തേൺ ഇന്ത്യയിലും നോർത്ത് വെസ്റ്റേൺ ഇന്ത്യയുടെ ഭാഗങ്ങളിലുമാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് ഈ ഒരു മഴകളൊക്കെ ലഭിക്കുന്നത് വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് കാരണം. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഇങ്ങനെയാണ് ഈ വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്? അത് മെഡിറ്ററേനിയൻ കടലിൻ്റെ ഭാഗത്ത് നിന്നാണ് ഒറിജിനേറ്റ് ചെയ്ത് വരുന്നത് എന്ന കാര്യം കൂട്ടുകാർ ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ, സംശയങ്ങളില്ലല്ലോ. ഇത് വെസ്റ്റേൺ ഡിസ്റ്റർബൻസ്. ഈസ്റ്റേൺ നിങ്ങൾക്ക് അറിയാം അല്ലേ, എന്താണ്? ട്രോപ്പിക്കൽ സൈക്ലോണുകൾ എന്ന് വെച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിക്കാറുണ്ട് അല്ലേ. ട്രോപ്പിക്കൽ സൈക്ലോണുകൾ ഏത് സമയത്താണ് വരാറുള്ളത്? മൺസൂൺ സമയത്താണ് അല്ലേ. മൺസൂൺ സമയത്ത് മൊത്തം ഉണ്ടാകും. അതിനോടൊപ്പം തന്നെ ഏതാണ്? മൺസൂൺ കഴിഞ്ഞിട്ട് സെപ്റ്റംബറിൽ മൺസൂൺ ഏതാണ്ട് അവസാനിച്ചിട്ട് സെപ്റ്റംബർ മുതൽ നവംബർ വരെയുള്ള സമയത്തും ഏതാണ്? ട്രോപ്പിക്കൽ സൈക്ലോണുകൾ എവിടെ ഉണ്ടാവും? ഇന്ത്യയിൽ നമുക്ക് പലയിടങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കാറുണ്ട് അല്ലേ. ഇത് എന്താണ്? ഇത് വെസ്റ്റേൺ ഡിസ്റ്റർബൻസുകളാണ്. ഈ ഒരു കാലഘട്ടത്തിന് ശേഷമാണ് വെസ്റ്റേൺ ഡിസ്റ്റർബൻസുകൾ എന്ത് ചെയ്യുക? ഇന്ത്യയിലേക്ക് എത്താറുള്ളത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ ആണല്ലോ, പ്രശ്നങ്ങളില്ല എന്ന് വിശ്വസിക്കുകയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ നമുക്ക്? അടുത്ത ചോദ്യം, മഗധ മഹാജനപദ. ഏതാണ്? മഗധ മഹാജനപദ വാസ് സറൗണ്ടഡ് ബൈ ദീസ് റിവേഴ്സ്. ഏതെല്ലാം നദികൾക്ക് ചുറ്റുമാണ് മഗധ മഹാജനപദ ഉണ്ടായിരുന്നതെന്ന് ചോദിക്കുന്നത്. നോക്കൂ, ഇത് നിങ്ങൾക്ക് അറിയില്ല എന്ന് വിചാരിക്കും കൂട്ടുകാർ. അതായത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇത് അറിയില്ല, പക്ഷേ നിങ്ങൾക്ക് മഗധ എന്ന പേര് കേട്ടിട്ട് മഗധ എവിടെയാണ്? നമ്മുടെ ഇപ്പോഴത്തെ ബീഹാറിൻ്റെ അപ്പുറത്തായിട്ടുള്ള പാറ്റ്നയുടെ അപ്പുറത്ത്. പാറ്റ്നയായിരുന്നു പണ്ടത്തെ എന്ത്? പാടലീപുത്രം അല്ലേ. പാടലീപുത്രം മഗധയുടെ തലസ്ഥാനമായിരുന്നു. ആ ഭാഗത്തായിട്ടാണ് എന്ന് മാത്രം നിങ്ങൾക്ക് അറിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ എഴുതാൻ പറ്റും. എല്ലാത്തിലും ഗംഗയുണ്ട്. അപ്പോൾ ഗംഗ നമുക്കറിയാം എന്താണ്? ഗംഗയുണ്ട് എന്ന കാര്യം നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ. പിന്നെ ആരാണ് എന്ന് അതാണ് നമുക്കറിയേണ്ടത്. ജേലം നമുക്ക് എന്താണ് അറിയാം, അത് ഈ ഭാഗത്തേ അല്ല, സിന്ധു നദിയുടെ ഭാഗമായിട്ടാണ്. യമുനയൊക്കെ ഒഴുകി വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കുറേ മുമ്പ് എന്ത് ചെയ്യുന്നുണ്ട്? ഗംഗയിലേക്ക് ചേർന്ന് കഴിഞ്ഞു അല്ലേ. പാറ്റ്നയുടെ ഒക്കെ മുമ്പായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? വന്നു ചേരുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് ആരാളുള്ളത്? ഘാഗരയോ? ഘാഗര ഗംഗയുടെ എവിടെയാണ്? ലെഫ്റ്റ് ഹാൻഡ് ട്രിബ്യൂട്ടറിയാണ്. ഘാഗര എവിടെ നിന്നാണ് വന്ന് ചേരുന്നത്? ഇപ്പുറത്താണ് വന്ന് ചേരുന്നത് അല്ലേ. പാറ്റ്ന കുറച്ചുകൂടി ഇപ്പുറത്തായിട്ടാണ് കിടക്കുന്നത്. ആരാണുള്ളത്? സോൺ നദിയാണുള്ളത് അല്ലേ. ഗംഗയും സോൺ നദിയുമാണ് മഗധ മഹാജനപദയുടെ എന്ത് ചെയ്യുന്നത്? സറൗണ്ട് ചെയ്ത് കിടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇവ രണ്ടും മാത്രമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവ രണ്ടും മാത്രമല്ല, വേറെയും എന്തുണ്ട്? വേറെയും
വേറെയും നദികളുണ്ട്, മനസ്സിലാവുന്നുണ്ടോ? വേറെയും നദികൾ എന്ത് ചെയ്യുന്നുണ്ട്, വന്ന് ചേരുന്നുണ്ട്. വേറെ നദികൾ വന്ന് ചേരുന്നുണ്ട്. പക്ഷേ നമ്മൾ കൃത്യമായിട്ട് മാപ്പ് ഓർത്ത് വെച്ച് കൂട്ടുകാർ ഓർക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ എഴുതാൻ പറ്റും. ഏതാണ്? സോൺ നദിയാണ് എന്ന പേരിൽ. അപ്പോൾ ഇവിടെ നിങ്ങളുടെ അതായത് നിങ്ങളുടെ എന്താ പറയുക, ജിയോഗ്രഫിക്കലായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ഇവർ ചോദിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? രണ്ട് കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ചോദിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. രണ്ട് കാര്യങ്ങളെന്ന് പറയുന്നത് ഏതാണ്? ഒന്ന്, നിങ്ങൾക്ക് കൃത്യമായിട്ട് ഗംഗാ റിവർ സിസ്റ്റം നിങ്ങൾക്ക് അറിയാമോ? രണ്ടാമത് പാറ്റ്നയുടെ പൊസിഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമോ? ഇതിൽ ഘാഗ്രയും സോനും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൺഫ്യൂസ് ആവാനുള്ള നല്ല സാധ്യതകളുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ, ഘാഗ്ര എവിടെയാണ്, പാറ്റ്ന ഇവിടെയാണെന്ന് വിചാരിക്കും. പാറ്റ്ന ഇവിടെയാണ്, ഗംഗാ നദി എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. ഓക്കെ, ഗംഗാ നദി ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. ഇതാണ് ഏത്, പാറ്റ്ന എന്ന് നിങ്ങൾ വിചാരിക്കൂ. നിങ്ങൾ മാപ്പ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഘാഗ്ര എവിടെയാ, ഘാഗ്ര ഇതിന് മുകളിലാണ് വന്ന് എന്ത് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? സോൺ നദി എവിടെയാണ് വരുന്നത്, സോൺ നദി ഇതിൻ്റെ സൈഡിലൂടെ ഒഴുകിയിട്ട് ഇവിടെയാണ് വന്ന് ചേരുന്നത്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? അപ്പോൾ പാടലിപുത്രത്തിൻ്റെ അടുത്ത് എത്തുന്ന നദി ആരാ, അത് സോൺ നദിയാണ്. മനസ്സിലാവുന്ന കൂട്ടുകാർക്ക്? ഘാഗ്ര എന്ത് ചെയ്യുന്നില്ല, ഇതിൻ്റെ ഇവിടേക്ക് വരുന്നില്ല, ഇല്ല, ഇവിടേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അത് ഗംഗയിൽ ചേർന്ന് കഴിഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവിടെ ഗംഗയും ഇവിടെ സോനുമായിട്ട് ഈ രണ്ട് നദികളാണ് എന്ത് ചെയ്യുന്നത്, പാറ്റ്നയെ എന്ത് ചെയ്യുന്നത്, പാറ്റ്നയുടെ ചുറ്റുമായിട്ട് ഒഴുകുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുക. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? പാറ്റ്നയുടെ പ്രതി ഇതേതാണ്, ഘാഗ്ര അല്ലേ. പിന്നെ ഒരെണ്ണം പാറ്റ്നയുടെ ഇപ്പുറത്ത് വന്ന് ചേരുന്നുണ്ട്, അതേതാണ്, അത് ഖണ്ഡകാണ്. മനസ്സിലാവുന്നോ? ഘാഗ്ര തൊട്ട് മുൻപ് വന്ന് ചേരും, ഖണ്ഡക് എന്ത് ചെയ്യും, അത് കഴിഞ്ഞിട്ട് പോയി ചേരും. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? യമുന ഇതിന് കുറേ മുമ്പ് അലഹാബാദിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, യമുന ഇങ്ങനെ വന്നിട്ട് എന്താണ്, ഇവിടെ അലഹാബാദിൽ വെച്ച് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, യമുന ഇവിടെ വന്ന് ചേർന്ന് കഴിഞ്ഞു. അപ്പോൾ യമുനയല്ല നമുക്കറിയാം, ജേലം ഇവിടെയല്ല ഒഴുകുന്നത് അല്ലേ, ജേലം വേറെ സ്ഥലത്ത് സിന്ധു നദിയുമായി ബന്ധപ്പെട്ടാണ് ഒഴുകുന്നത്. അപ്പോൾ ഇത് രണ്ടും ഓൾറെഡി കളഞ്ഞു. സോനും ഘാഗ്രയുമാണ് നിങ്ങൾക്കൊരു സംശയം വരാൻ സാധ്യത. അതെന്ത് ചെയ്യണം, ഈ ഒരു നോളജ്, സോൺ താഴെ നിന്നാണ് വന്ന് ചേരുന്നത് എന്നും ഗംഗ പാറ്റ്നയുടെ മുകളിൽ കൂടെയാണ് ഒഴുകുന്നത് എന്നുള്ള ഒരു ലോജിക്ക് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഘാഗ്രയും എലിമിനേറ്റ് ചെയ്യാൻ പറ്റും, സോനിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്തിച്ചേരാനായിട്ട് സാധിക്കും. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? അപ്പോൾ ഒരു ലോജിക്ക് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. ഇനി രണ്ടും അറിയില്ല എന്നുണ്ടെങ്കിൽ ജേലവും യമുനയും എങ്കിലും നിങ്ങൾക്ക് എന്തായാലും എന്ത് ചെയ്യണം, എലിമിനേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം. ബാക്കിയുള്ളതിൽ നിന്ന് എന്താണ്, ഇപ്പോൾ ഒരു 50-50 ചാൻസ് ആയല്ലോ. നേരത്തെ എന്താണ് 1/4 ചാൻസേ ഉള്ളൂ. ഇപ്പോൾ ഒരു 50-50 ചാൻസിലേക്കെങ്കിലും നിങ്ങൾക്ക് എത്തിക്കാൻ എന്തായാലും എന്ത് ചെയ്യണം, നിങ്ങൾക്ക് പറ്റണം. എന്നിട്ട് നിങ്ങൾ ഇൻ്റലിജൻറ്റ് ഗസ് എന്ത് ചെയ്യണം, നടത്തേണ്ടതാണ്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? കാരണം ഘാഗ്ര മുകളിൽ നിന്ന് താഴത്തേക്കാണ് ഒഴുകി വരുന്നത് എന്നൊരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാകും ഞാൻ വിചാരിക്കുന്നു. നമ്മൾ കാരണം മാപ്പ് നോക്കിയിട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, അത് നിങ്ങൾക്ക് അറിയേണ്ടതാണ്. ഓക്കെ, അറിയാതിരിക്കരുത് നിങ്ങൾക്കത്. ഫൈൻ, അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയല്ലേ. സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദ ഗിവൺ ഓപ്ഷൻസ്. താഴെ തന്നിട്ടുള്ളവയിൽ നിന്ന് ശരിയായിട്ടുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക എന്നാണ് ചോദ്യം. നോക്കൂ, ഒന്നാമത്തേത്, ദർ ഈസ് വെരി ലിറ്റിൽ ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ഡേ ആൻഡ് നൈറ്റ് ഇൻ കോസ്റ്റൽ ഏരിയാസ് ഓഫ് കേരള. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ SSC കേരളത്തിലെ ആൾക്കാരോട് ഭയങ്കര സ്നേഹമുള്ള ഒരാളാണ് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഒരു 4 ക്വസ്റ്റ്യനെങ്കിലും നമ്മൾ കേരളത്തിലായതുകൊണ്ട് മാത്രം എന്താ പറയുന്നത്, എഴുതാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇതിൽ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, കേരളത്തിൻ്റെ കോസ്റ്റൽ ഏരിയകളിൽ ഡേ ആൻഡ് നൈറ്റ് ടെമ്പറേച്ചേഴ്സ് തമ്മിൽ വലിയ വ്യത്യാസമില്ല എന്നതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ദർ ഈസ് വെരി ലിറ്റിൽ ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ഡേ ആൻഡ് നൈറ്റ് ഇൻ രാജസ്ഥാൻ എന്നാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. ദർ ഈസ് എക്സ്ട്രീം കോൾഡ് ഇൻ സദേൺ ഇന്ത്യ ഡ്യൂറിങ് വിൻ്റർ സീസൺ എന്നാണ് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്. ദർ ഈസ് പ്ലെൻറ്റി ഓഫ് റെയിൻ ഒബ്സർവ്ഡ് ഇൻ സെൻട്രൽ ഇന്ത്യ ത്രൂ ഔട്ട് ദ ഇയർ എന്നാണ് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്. നമുക്ക് താഴെ നിന്ന് മുകളിലേക്ക് പോവാം. നോക്കൂ, സെൻട്രൽ ഇന്ത്യയുടെ ഭാഗത്ത് ത്രൂ ഔട്ട് ദ ഇയർ പ്ലെൻറ്റി ഓഫ് റെയിൻ കിട്ടുമോ? അത് എന്തായാലും അത് എന്താണ്, ഒരു ബ്ലാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് നമുക്കറിയാം അല്ലേ. ഒന്നാമത്തെ കാര്യം, എവിടെയും ത്രൂ ഔട്ട് ദ ഇയർ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, മഴ ലഭിക്കുന്നില്ല. അത് നോർത്ത് ഈസ്റ്റേണിൻ്റെ ചില ഏരിയകളിലാണ് 2 മൺസൂൺ കാരണവും എന്ത് ചെയ്യുന്നത്, മഴ ലഭിക്കുന്നു പറയാൻ പറ്റുമെങ്കിൽ അത് ആ ഭാഗത്താണ് അല്ലേ. നോർത്ത് ഈസ്റ്റേണിൻ്റെ ഭാഗങ്ങളിലായിട്ട് മേഘാലയയുടെ ഭാഗങ്ങളിലുള്ള മൗസിൻറാം പോലുള്ള സ്ഥലങ്ങളിൽ കിട്ടുന്നുണ്ടെന്ന് പറയാം. അല്ലാതെ സെൻട്രൽ ഇന്ത്യയിൽ എന്താണ്, നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം എന്ത് ചെയ്യുന്നില്ല, ലഭിക്കുന്നില്ല. സെൻട്രൽ ഇന്ത്യയുടെ ഭാഗത്തേക്ക് മഴ ലഭിക്കണമെന്നുണ്ടെങ്കിൽ അത് വരുന്നത് ഏത് സമയത്താണ്, സൗത്ത് വെസ്റ്റ് മൺസൂണിൻ്റെ സമയത്താണ് എന്ത് ചെയ്യുന്നത്, ആ ഭാഗങ്ങളിലേക്ക് മഴ ലഭിക്കുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി. രണ്ടാമത്തെ എന്താ, എക്സ്ട്രീം കോൾഡ് ഇൻ സദേൺ ഇന്ത്യ ഡ്യൂറിങ് വിൻ്റർ ആണോ? നമുക്ക് അത്രയ്ക്ക് വലിയൊരു വിൻ്റർ നമുക്ക് കിട്ടാറുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. ഇന്ത്യ എങ്ങനെ കിടക്കുന്നുണ്ട് അല്ലേ. സദേൺ ഇന്ത്യ ഏതാണ്, ഈ ഭാഗത്തായിട്ടാണ്. സദേൺ ഇന്ത്യയുടെ ചുറ്റും മൊത്തം എന്താണ്, കടലാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, ഈ കരയിൽ വല്ലാണ്ട് ചൂട് കൂടുമ്പോൾ എന്ത് ചെയ്യും, വായു മുകളിലേക്ക് പോവുകയും കടലിൽ നിന്ന് എന്ത് ചെയ്യും, ഇങ്ങോട്ട്
വായു കയറി വരും അല്ലേ, റിലേറ്റീവ്ലി തണുത്ത വായു ഇങ്ങോട്ട് കടന്നു വരും, തിരിച്ചും എന്ത് ചെയ്യും, ബാക്കി സമയത്ത് എന്ത് ചെയ്യും, അങ്ങോട്ട് പോകും. അപ്പോൾ ഈ രീതിയിൽ ചുറ്റും കടലുള്ള പ്രദേശങ്ങളിൽ നമുക്ക് എന്ത് ലഭ്യമാണ്, നമുക്കൊരു മോഡറേറ്റിംഗ് എഫക്റ്റ് ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ലഭ്യമാകുന്നില്ല എന്നറിയാം. പിന്നെ നമ്മൾ ഇത് ട്രോപ്പിക്കൽ റീജിയനുമാണ് അല്ലേ, ശരിക്കും ഒരു ട്രോപ്പിക്കൽ ഏരിയ ആയിട്ടാണ് എന്ത് കിടക്കുന്നത്, ഈ ഭാഗം കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ജനറലി നമുക്ക് കാലാവസ്ഥ ലഭിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ എക്സ്ട്രീം കോൾഡ് സൗത്ത് ഇന്ത്യയിൽ നമുക്ക് വിൻ്റർ സീസണിൽ ലഭ്യമാവാറില്ല. അടുത്ത് നോക്കൂ, ദർ ഈസ് വെരി ലിറ്റിൽ ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ഡേ ആൻഡ് നൈറ്റ് ഇൻ രാജസ്ഥാൻ. രാജസ്ഥാൻ നമുക്കറിയാം എന്താണ്, രാജസ്ഥാൻ ഒരു മരുഭൂമിയാണ്. രാജസ്ഥാനിൽ എന്താണ് നമുക്കറിയാം, മരുഭൂമിയുടെ ഒരു രീതിയാണ് അവിടെ ഉള്ളത് നമുക്കറിയാം അല്ലേ, ഒരു കോണ്ടിനെൻ്റൽ സ്വഭാവവും ഉണ്ട് എന്ന് നമുക്കറിയാം അല്ലേ. അതുകൊണ്ട് തന്നെ കോണ്ടിനെൻ്റൽ ആയിട്ടുള്ള സ്വഭാവമുള്ള മരുഭൂമിയിലെ പ്രത്യേകത എന്താണ്, പകലാണെങ്കിൽ ഉയർന്ന ചൂട്, രാത്രിയാണെങ്കിൽ എന്താണ്, തീവ്രമായിട്ടുള്ള തണുപ്പ് അല്ലേ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, വളരെ വലിയ ഡിഫറൻസ് ആണ് ഉണ്ടാകുന്നത് അല്ലേ. പക്ഷേ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താ, ലിറ്റിൽ ഡിഫറൻസ് ഇൻ എന്താണ്, ഡേ ആൻഡ് നൈറ്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അത് ശരിയാണോ, അതും ശരിയല്ല. അപ്പോൾ ഈ മൂന്നും ശരിയല്ല. ഇനി ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കൂ, ദർ ഈസ് വെരി ലിറ്റിൽ ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ഡേ ആൻഡ് നൈറ്റ് ഇൻ ദ കോസ്റ്റൽ ഏരിയാസ് ഓഫ് കേരള. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിലെ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം എന്താണ്, കടൽക്കാറ്റും കരക്കാറ്റും നമ്മൾ പഠിച്ചിട്ടുള്ളല്ലേ. കേരളം ഇങ്ങനെ കിടക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, കോസ്റ്റൽ ഏരിയാസ് നമ്മൾ എന്താണ്, ആ ഏരിയ മാത്രം നമ്മൾ കോസ്റ്റൽ ഏരിയാസ് മാത്രം എടുക്കുകയാണെന്നെങ്കിൽ ചൂടേറുന്ന പകൽ സമയങ്ങളിൽ എന്ത് ചെയ്യും, കടലിൽ നിന്ന് അങ്ങോട്ട് എന്ത് ചെയ്യും, കാറ്റ് വീശും അല്ലേ. ചൂടേറിയ പകൽ സമയത്ത് കടലിൽ നിന്ന് അങ്ങോട്ട് കാറ്റ് വീശും. രാത്രിയാകുമ്പോൾ എന്ത് ചെയ്യും, കര വേഗം തണുക്കും, കടൽ അപ്പോഴും ചൂട് പിടിച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, കരയിൽ നിന്ന് ഇങ്ങോട്ട് എന്ത് ചെയ്യും, കാറ്റ് വീശും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വീശുന്ന ഈ കാറ്റുകൾ ചൂടിനെ എന്ത് ചെയ്യും, മെയിൻറ്റെയിൻ ചെയ്യും. അതുകൊണ്ട് തന്നെ കടലിനോട് ചേർന്ന് കിടക്കുന്ന ഇത്തരം പ്രദേശങ്ങളിൽ വെരി ലിറ്റിൽ ടെമ്പറേച്ചർ ഡിഫറൻസേ ഉണ്ടാവുകയുള്ളൂ. ആണല്ലോ. അപ്പോൾ മനസ്സിലായോ എങ്ങനെയാണ് സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കേണ്ടത് എന്ന കാര്യം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ദർ ഈസ് വെരി ലിറ്റിൽ ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ഡേ ആൻഡ് നൈറ്റ് ഇൻ കോസ്റ്റൽ ഏരിയാസ് ഓഫ് കേരള. ഓക്കെ ആണല്ലോ കൂട്ടുകാരെ. അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ നമുക്ക്. അടുത്ത ചോദ്യം, ഇൻ വിച്ച് സ്റ്റേറ്റ് ഈസ് ദ ഗോരുമാറ നാഷണൽ പാർക്ക് ലൊക്കേറ്റഡ്? എന്താണ് ചോദ്യം, ഗോരുമാറ നാഷണൽ പാർക്ക് താഴെ തന്നിട്ടുള്ളവയിലെ ഏത് സംസ്ഥാനത്തിലാണ് ഗോരുമാറ നാഷണൽ പാർക്ക് ഉള്ളത് എന്നതാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ചോദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ ഗോരുമാറ നാഷണൽ പാർക്ക് എവിടെയാണ് എന്നാണ് കൂട്ടുകാർക്ക് തോന്നുന്നത്? ഓപ്ഷൻസ് എന്ത് ചെയ്യാം, ഞാൻ തരാം. ഓപ്ഷൻസ് ഞാൻ തന്നിട്ടുണ്ട്. എവിടെയാണ് എന്ത് ചെയ്യേണ്ടതുണ്ട്, കൂട്ടുകാർ മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട്. ഗോരുമാറ നാഷണൽ പാർക്ക്, നിങ്ങൾ ഗോരുമാറ നാഷണൽ പാർക്ക് എവിടെയാണ് എന്ന കാര്യം എന്ത് ചെയ്യേണ്ടതുണ്ട്, നിങ്ങൾ ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുക. സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിൽ പ്രത്യേകിച്ച് എന്തില്ല, പ്രത്യേകിച്ച് എക്സ്ട്രാ ആയിട്ട് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. കാരണം സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഒരു ടാസ്ക് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ കാര്യം നിങ്ങളൊന്ന് എടുത്താൽ മതി. അപ്പോൾ ഗോരുമാറ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്തിലാണ് എന്ന കാര്യം ചെയ്യുക, കൂട്ടുകാർ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് എവിടെയാണ്, ഞാൻ ഉത്തരം അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ഉത്തരം പറഞ്ഞിട്ട് പോവാം. എവിടെയാണ്, വെസ്റ്റ് ബംഗാളാണ്. ഗോരുമാറ നാഷണൽ പാർക്ക് എവിടെയാണ്, വെസ്റ്റ് ബംഗാൾ സംസ്ഥാനത്തിലാണ് ഗോരുമാറ നാഷണൽ പാർക്ക് കിടക്കുന്നത്. നാഷണൽ പാർക്കുകൾ എന്ന് പറയുന്നത് എന്താണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. പ്രധാനപ്പെട്ട നാഷണൽ പാർക്കുകളെല്ലാം എന്ത് ചെയ്യേണ്ടതുണ്ട്, കൂട്ടുകാർ ആലോചിക്കേണ്ടതായിട്ടുണ്ട്, ഓർക്കേണ്ടതായിട്ടുണ്ട്. ന്യൂസുകളിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന നാഷണൽ പാർക്കുകൾ പ്രത്യേകം എന്ത് ചെയ്യുക, കൂട്ടുകാർ ഓർക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു 3 ക്ലാസ്സോളം എടുത്ത് ഓരോ സംസ്ഥാനത്തും എവിടെയായിട്ടാണ് എന്ന് കൃത്യമായി മാർക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ സ്റ്റാറ്റിക് GK കോഴ്സിൽ നിങ്ങൾക്കത് കാണാനായിട്ട് സാധിക്കും. അവിടെ പോയിട്ട് എന്ത് ചെയ്യുക, നാഷണൽ പാർക്കുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. ഇതിനിടയിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഏതെങ്കിലും പുതിയ നാഷണൽ പാർക്കുകൾ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ നാഷണൽ പാർക്കുകളെക്കുറിച്ചും വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കൂട്ടുകാർ ശ്രദ്ധിക്കുക. നാഷണൽ പാർക്കുകളുമായി ബന്ധപ്പെട്ടിട്ട് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ലാർജസ്റ്റ് നാഷണൽ പാർക്ക് ഏതാണ് കൂട്ടുകാർ, ഏറ്റവും വലിയ നാഷണൽ പാർക്ക് ഏതാണ്, അത് ലഡാക്കിലുള്ള ഹെമിസ് നാഷണൽ പാർക്കാണ്. എവിടെയാണ് കാണാൻ നമുക്ക് സാധിക്കുന്നത്, ലഡാക്കിലാണുള്ളത്. ഹെമിസ് നാഷണൽ പാർക്കാണ് ലാർജസ്റ്റ്. ഇനി സ്മോളസ്റ്റ് ഏതാണെന്ന് പറയൂ കൂട്ടുകാർ, സ്മോളസ്റ്റ് നാഷണൽ പാർക്ക് ഏതാണ് കൂട്ടുകാരെ, അത് സൗത്ത് ബട്ടൺ നാഷണൽ പാർക്കാണ്. ഏതാണ്, സൗത്ത് ബട്ടൺ നാഷണൽ പാർക്കാണ്. അതെവിടെയാണ്, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡുകളിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി ഫസ്റ്റ് മറൈൻ നാഷണൽ പാർക്ക് ഏതാണ്, നമ്മുടെ ഫസ്റ്റ് മറൈൻ നാഷണൽ പാർക്ക് ഏതാണ്, ആദ്യത്തെ മറൈൻ നാഷണൽ പാർക്ക് ഏതാണ്, അത് ഗൾഫ് ഓഫ് കച്ച് നാഷണൽ പാർക്കാണ്. ഏതാണ്, ഗുജറാത്തിലുള്ള ഗൾഫ് ഓഫ് കച്ച് നാഷണൽ പാർക്കാണ് ഏത്, ഫസ്റ്റ് മറൈൻ നാഷണൽ പാർക്ക്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്. ഇനി നമ്മളുടെ ഇവിടെയുള്ള ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്ക് ഏതാണ് കൂട്ടുകാരെ, അത് പലതവണയായിട്ട് ചോദ്യം വന്നിട്ടുണ്ട് അല്ലേ. ഏതാണ്, അത് കീബുൾ ലാംജാവോ നാഷണൽ പാർക്കാണ്. ഏതാണ്,
കീബുൾ ലാംജാവോ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്തിലാണത്? മണിപ്പൂർ. എവിടെയാണ്? മണിപ്പൂരിലെ കീബുൾ ലാംജാവോ നാഷണൽ പാർക്കാണ് ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്ക്. ഫസ്റ്റ് മറൈൻ നാഷണൽ പാർക്ക് ഗൾഫ് ഓഫ് കച്ച് ആണ്. സ്മോളസ്റ്റ് ആൻഡമാൻ നിക്കോബാറിലെ സൗത്ത് ബട്ടൺ നാഷണൽ പാർക്കാണ്. ലാർജസ്റ്റ് ലഡാക്കിലെ ഹെമിസ് നാഷണൽ പാർക്കാണ്. ഓക്കെ ആണല്ലോ, സംശയങ്ങളില്ലല്ലോ. ഇനി ആദ്യത്തെ നാഷണൽ പാർക്ക് ഏതാണ്? ഫസ്റ്റ് നാഷണൽ പാർക്ക് ഇന്ത്യയിൽ ഏതാണ്? ജിം കോർബറ്റ് നാഷണൽ പാർക്ക് അല്ലേ? ഇതാണ് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് രൂപീകരിച്ച സമയത്ത് അതിൻ്റെ പേരെന്തായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ കൂട്ടുകാർക്ക്? അത് ഹെയ്ലി നാഷണൽ പാർക്ക് എന്നായിരുന്നു. ഏതാണ്? ഹെയ്ലി നാഷണൽ പാർക്ക് എന്നായിരുന്നു പേര്. ഇതെവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ് കിടക്കുന്നത് അല്ലേ? ഉത്തരാഖണ്ഡിലാണ് ഈ നാഷണൽ പാർക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ ആണല്ലോ, സംശയങ്ങളില്ലല്ലോ. അപ്പോൾ നാഷണൽ പാർക്കുകളെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് പഠിക്കാനായിട്ട് കൂട്ടുകാർ ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം എന്താണ്? വിച്ച് ഈസ് ദ ലാർജസ്റ്റ് കണ്ടെയ്നർ പോർട്ട് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ലാർജസ്റ്റ് കണ്ടെയ്നർ പോർട്ട് ഏതാണ് എന്നതാണ് നമ്മുടെ ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ പോർട്ട് ഏതാണ് എന്താണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ചോദിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻസ് നോക്കൂ, നമുക്ക് ഓൾറെഡി അറിയാമെന്ന് തോന്നുന്നു അല്ലേ? ഏതാണ്? ജവഹർലാൽ നെഹ്റു പോർട്ട്. ഇന്ത്യയിലെ മൊത്തം എന്താ പറയുക കണ്ടെയ്നർ ഇടപാടുകളുടെ 40% നടക്കുന്ന ജവഹർലാൽ നെഹ്റു പോർട്ട് എവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? മുംബൈയിലാണ്. എവിടെയാണ്? മഹാരാഷ്ട്രയിൽ മുംബൈയുടെ അടുത്തായിട്ടാണ് ജവഹർലാൽ നെഹ്റു പോർട്ട് ഉള്ളത് എന്ന് കൂട്ടുകാരെ ആലോചിക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലാർജസ്റ്റ് കണ്ടെയ്നർ പോർട്ട് അതുകൊണ്ട് തന്നെ ഏതാണ്? മുംബൈയിലെ ജവഹർലാൽ നെഹ്റു പോർട്ടാണ്. ഓക്കെ ആണല്ലോ, സംശയങ്ങളില്ല എന്ന് വിശ്വസിക്കുന്നു. ഇനി ഇന്ത്യയിലെ മേജർ പോർട്ട്സിൻ്റെ ഒരു മാപ്പാണ് ഇവിടെ തന്നിട്ടുള്ളത്. കൃത്യമായിട്ടത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൊച്ചി കിടക്കുന്നു, ന്യൂ മാംഗ്ലൂർ പോർട്ട് കിടക്കുന്നുണ്ട്, മർമഗോവ പോർട്ട് ഗോവയിലാണ്, ജവഹർലാൽ നെഹ്റു പോർട്ട് ഇവിടെയായിട്ടാണ് കിടക്കുന്നത്, മുംബൈ പോർട്ട് മുകളിൽ കിടക്കുന്നു, കാണ്ട്ല പോർട്ട് ഗുജറാത്തിൽ. ഇവിടെ നോക്കുകയാണ് ചെയ്താണ് ഹൽദിയ പോർട്ട്. ഇന്നലെ നമ്മൾ വായിച്ചതേ ഉള്ളൂ, ക്ലാസ്സിൽ പറഞ്ഞതേ ഉള്ളൂ ഹൽദിയ പോർട്ടിനെ കുറിച്ച്. കൊൽക്കത്തയും ഹൽദിയയും രണ്ടും കൂടിയിട്ടാണ്. ഇത് ഏതാണ്? പാരാദ്വീപ് എവിടെയാണ്? ഒഡീഷയിലാണ് കിടക്കുന്നത്. വിശാഖപട്ടണം ആന്ധ്രയിലാണ് കിടക്കുന്നത്. എന്നൂർ പോർട്ട് അല്ലെങ്കിൽ കാമരാജാർ പോർട്ട് തമിഴ്നാടിൻ്റെ ഭാഗമായിട്ട്. പോർട്ട് ബ്ലെയർ ഇവിടെ കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏതാണ്? ചെന്നൈ പോർട്ടും അതുപോലെ തന്നെ തുത്തിക്കോറിൻ പോർട്ടും ഏതാണ്? ഇതിനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇന്ത്യയിലെ നമ്മൾ പോർട്ടുകളെ മേജർ പോർട്ടുകളെന്നും മൈനർ പോർട്ടുകളെന്നും തിരിക്കാറുണ്ട്. മേജർ പോർട്ടുകളൊക്കെ എന്താണ്? ഡയറക്റ്റ്ലി എന്താണ് സെൻട്രൽ ഗവൺമെൻറ് എന്ത് ചെയ്യാറുണ്ട്? ഡീൽ ചെയ്യുന്നവയാണ്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക? കൂട്ടുകാർ ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ, സംശയങ്ങളില്ല എന്ന് വിചാരിക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. എന്താണ്? നെയിം ദ ലോങ്ങസ്റ്റ് ഹൈവേ സിംഗിൾ ട്യൂബ് ടണൽ ദാറ്റ് റിഡ്യൂസസ് ദ ട്രാവൽ ടൈം ആൻഡ് ഓവറോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മണാലി ആൻഡ് കെയ്ലോങ്. നമ്മൾ പല തവണയായിട്ട് എന്താണ് ഈ ടണലിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. ഏതാണ് ആൻസർ? അടൽ ടണലാണ് അല്ലേ? മണാലിക്കും കെയ്ലോങ്ങിനിടയിൽ ഏതാണ് സമയം വല്ലാതെ ലാഭിച്ചു കൊടുക്കുന്ന ഈ ടണൽ ഏതാണ്? അടൽ ടണലാണ് എന്ന് കൂട്ടുകാർ ആലോചിക്കുക. നട്ടുവാടി ടണൽ എവിടെയാണെന്നറിയാം കൂട്ടുകാർക്ക്? അതൊരു പ്രപ്പോസ്ഡ് ടണലാണ്. അത് നട്ടുവാടി ഘാട്ടുണ്ട് മഹാരാഷ്ട്രയിൽ. എവിടെയാണ് നട്ടുവാടി? നട്ടുവാടി എന്ന പേരിൽ തന്നെ നട്ടുവാടി ഘാട്ടുണ്ട്. അതിനെയും കൊങ്കൺ കോസ്റ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഈ നട്ടുവാടി ടണൽ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? നട്ടുവാടി ഘാട്ടിനെയും കൊങ്കൺ തീരത്തിനെയും ബന്ധിപ്പിക്കുന്ന ടണലാണ് നട്ടുവാടി ടണൽ. കാർബുദേ ടണലുണ്ട്. ഏതാണ്? കാർബുദേ ടണൽ. ഇത് ഒരു റെയിൽവേ ടണലാണ്. ഇതൊരു റെയിൽവേ ടണലാണ്. അതും ഏത് സംസ്ഥാനത്ത് തന്നെയാണ്? മഹാരാഷ്ട്ര സംസ്ഥാനത്തിൽ തന്നെയാണ്. ജവഹർ ടണൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏത് പർവ്വതനിരയിലാണ് അത് കിടക്കുന്നത്? പീർപഞ്ചൽ റേഞ്ചിലാണ്. എവിടെയാണ്? പീർപഞ്ചൽ പർവ്വതനിരകളിലാണ് കിടക്കുന്നത്. ഏതൊക്കെ ഭാഗങ്ങളെയാണ് അത് ബന്ധിപ്പിക്കുന്നത്? ശ്രീനഗറിനെ ജമ്മുവുമായിട്ട് ബന്ധിപ്പിക്കുന്നവയാണ് ഈ ടണലുകൾ. ശ്രീനഗറിനെ ജമ്മുവുമായി ബന്ധിപ്പിക്കുന്നതാണ് ജവഹർ ടണൽ. ഈ അടുത്തായിട്ട് പലയിടങ്ങളിലും ടണലുകൾ പുതിയത് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. അവ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഓർത്തു വെക്കുന്നതിന് വേണ്ടിയിട്ടും കൂട്ടുകാരെന്ന് ചെയ്യുക? ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ, സംശയങ്ങളില്ലല്ലോ. അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. ദ ഗൾഫ് ഓഫ് ഖമ്പത്ത്, ദ ഗൾഫ് ഓഫ് കച്ച്, സുന്ദർബൻസ്, ഈ റീജിയൻസ് പ്രൊവൈഡ് ഐഡിയൽ കണ്ടീഷൻസ് ഫോർ യൂട്ടിലൈസിങ് ഡാഷ് എനർജി ഇൻ ഇന്ത്യ. ഇതിൽ താഴെ തന്നിട്ടുള്ളവയിൽ ഏത് എനർജിയാണ് ഈ 3 ഇടങ്ങളിലും നമുക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുക? എളുപ്പമുള്ള ആൻസറല്ലേ കൂട്ടുകാരെ? എല്ലാം കടലിൻ്റെ തീരങ്ങളാണ്. 3 ഇടങ്ങളിലും എന്താണ്? ടൈഡുകൾ, വേലിയേറ്റങ്ങളും വേലിയിറക്കങ്ങളും ഉണ്ടാവുന്നവയാണ്. അതുകൊണ്ട് തന്നെ ഏതായിരിക്കും? ടൈഡൽ എനർജിയാണ് ഇവിടങ്ങളിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കുക. ഗൾഫ് ഓഫ് ഖമ്പത്ത് ആണെങ്കിലും ഗൾഫ് ഓഫ് കച്ച് ആണെങ്കിലും സുന്ദർബൻ റേഞ്ചുകളാണ് എന്നുണ്ടെങ്കിലും ഈ ഭാഗങ്ങളിലെല്ലാം
ടൈഡൽ എനർജി അല്ലേ, വേലിയേറ്റത്തിൻ്റെയും വേലിയിറക്കത്തിൻ്റെയും സമയത്ത് എന്താണ് ടൈഡൽ എനർജി നമുക്ക് യൂസ് ചെയ്യുന്നതിനും അങ്ങനെ എനർജി നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് നമുക്ക് സാധിക്കാറുണ്ട്. നമ്മൾ കൃത്യമായിട്ട് എന്താണ് അത് നമ്മൾ ഊഹിക്കാൻ പറ്റുന്ന കാര്യമാണ്, വലിയ ടഫാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അടുത്തത് The Lomas Rishi Cave, which is a man-made cave, is located in which state of India എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ലോമാസ് ഋഷി കേവ്, ഇതാണ് ലോമാസ് ഋഷി കേവ്. ഏതാണ് ഈ തന്നിട്ടുള്ള ചിത്രത്തിലാണ് ലോമാസ് ഋഷി കേവുകൾ, മാൻ മെയ്ഡ് കേവ് ആണ്. ഇത് എവിടെയാണ്, ഏത് സ്റ്റേറ്റിലാണെന്നാണ് ചോദ്യം. ലോമാസ് ഋഷി കേവ് വളരെ ഫേമസ് ആയിട്ടുള്ള എന്താണ് ഒരു കേവാണ്, മനസ്സിലാവുന്നുണ്ടോ? വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കേവാണ്. അത് ബീഹാർ സംസ്ഥാനത്തിലാണ് ഉള്ളത്. എവിടെയാണ്? ബീഹാർ സംസ്ഥാനത്തിലാണ് ഉള്ളത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ഓഫ് ദ ഓൾഡസ്റ്റ്, നമുക്ക് ലഭ്യമായിട്ടുള്ള ഓൾഡസ്റ്റ് എന്താണ് കേവ് കട്ട്, എന്താ പറയുക, റോക്കട്ട് കേവുകളിൽ ഒന്നാണ് ഏത് ഇവ, മനസ്സിലാവുന്നുണ്ടോ? ബുദ്ധിസമില്ല, അജീവിക ബുദ്ധിസം, അജീവിക സെക്ട് ഇല്ലേ കൂട്ടുകാരെ, ഈ അജീവിക സെക്ട് ഓഫ് ബുദ്ധിസത്തിലെ അജീവിക സെക്ട് സന്യാസിമാർ താമസിച്ചിരുന്ന ഇടങ്ങളാണ് ഈ ലോമാസ് ഋഷി കേവ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇത് മൗര്യ കാലഘട്ടത്തിൽ മൗര്യൻ ആർക്കിടെക്ചറിൻ്റെയൊക്കെ ഒരു ഉദാഹരണമാണിത്. അതുപോലെ തന്നെ നിങ്ങൾ ബരാബർ കേവുകൾ എന്ന് കേട്ടിട്ടില്ലേ? ബരാബർ കേവുകൾ മുമ്പ് ചോദ്യം വന്നിട്ടുള്ളതാണ്. ഈ ബരാബർ കേവുകളിൽ ഒന്നായിട്ടാണ് ഇത് കിടക്കുന്നത്, ലോമാസ് ഋഷി കേവ് കിടക്കുന്നത്. അതായത് മൗര്യൻ ആർക്കിടെക്ചറിന് വളരെ പണ്ട് കാലത്തുള്ള റോക്കറ്റ് കേവുകളുണ്ട്, ബരാബർ കേവുകൾ എന്നവ അറിയപ്പെടാറുണ്ട്. ഈ ബരാബർ കേവുകൾ എവിടെയാണ്? ബീഹാറിലാണ് ഈ ബരാബർ കേവുകളുള്ളത്. ഈ ബരാബർ കേവുകളിൽ ഒന്നാണ് ഇത് ഈ ലോമാസ് ഋഷി കേവ് എന്ന കാര്യം ചെയ്യുക കൂട്ടുകാർ ആലോചിക്കുക. ഏത് കാലഘട്ടമാണ്? മൗര്യൻ കാലഘട്ടമാണ്. അജീവിക സെക്ട് ഓഫ് ബുദ്ധിസത്തിലെ അജീവിക സെക്ട് അവരുടെ എന്താണ് ഒരു താമസ ഇടമായിരുന്നു ഈ ലോമാസ് ഋഷി കേവ് എന്ന കാര്യം കൂടി കൂട്ടുകാരെ ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഏതൊക്കെ മനസ്സിലായി? ഓൾഡസ്റ്റ് എന്നുള്ള കാര്യം മനസ്സിലായി, അജീവിക സെക്ട് മനസ്സിലായി, മൗര്യ കാലഘട്ടം മൗര്യൻ ആർക്കിടെക്ചർ മനസ്സിലായി, ബരാബർ കേവുകൾ എന്ന കാര്യവും മനസ്സിലായി. ഏതുമായി ബന്ധപ്പെട്ടിട്ട്? ലോമാസ് ഋഷി കേവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഓക്കെ ആണല്ലോ? സോ മൾട്ടിപ്പിൾ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയല്ല. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കൂ, അക്കോർഡിംഗ് ടു സെൻസസ് ഓഫ് ഇന്ത്യ ഇൻ 2011 വിച്ച് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ ഹാസ് ദ ഹയസ്റ്റ് ഹിന്ദു പോപ്പുലേഷൻ പെർസെൻറ്റേജ് ഓഫ് ദ ടോട്ടൽ പോപ്പുലേഷൻ? ഹയസ്റ്റ് ഏതാണ്? പോപ്പുലേഷൻ പെർസെൻറ്റേജ് ആണ് ചോദിച്ചിരിക്കുന്നത്, മനസ്സിലാവുണ്ട്? പെർസെൻറ്റേജാണ്, എണ്ണമല്ല ചോദിച്ചിരിക്കുന്നത്, പെർസെൻറ്റേജ് ആണ്. മൊത്തം പോപ്പുലേഷനിൽ ഹയസ്റ്റ് പെർസെൻറ്റേജ് ഉള്ള സംസ്ഥാനം. കുറച്ച് കൺഫ്യൂസിങ് ക്വസ്റ്റൻ ആയിരിക്കും, പക്ഷേ ഒരു ലോജിക്ക് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് എഴുതാനും പറ്റുമായിരിക്കും ചിലപ്പോൾ. കാരണം ഞാൻ ആദ്യം ക്വസ്റ്റൻ കണ്ടപ്പോൾ എനിക്ക് ഉത്തരം അറിയില്ലായിരുന്നു. ഞാനൊരു ജസ്റ്റ് ഒന്ന് ചില കാര്യങ്ങൾ ആലോചിച്ചിട്ട് ഗസ് ചെയ്തപ്പോഴാണ് എനിക്കത് ഞാൻ ഗസ് ചെയ്ത് കറക്റ്റ് ആൻസർ ആയിരുന്നു. ആൻസർ ചെയ്ത് അറിയോ കൂട്ടുകാർക്ക്? ശരിയായിട്ടുള്ള ആൻസർ ഹിമാചൽ പ്രദേശാണ്. ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്? ഹിമാചൽ പ്രദേശ്. അത് ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഡെമോഗ്രാഫിക്കിൻ്റെ ഒരു എന്താ പറയുക ഡിസ്ട്രിബ്യൂഷനൊക്കെ കൂട്ടുകാരെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ കൂട്ടുകാർക്ക് ചിലപ്പോൾ അത് എഴുതാൻ പറ്റുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഹിമാചൽ പ്രദേശിലെ ഹിന്ദു പോപ്പുലേഷൻ 95.7% ആണ്. എത്രയാണ്? 95.7% ആണ്. ഏറ്റവും കുറവ് പെർസെൻറ്റേജ് എവിടെ അറിയോ കൂട്ടുകാർക്ക്? അത് മിസോറാമിലാണ്. എവിടെയാണ്? മിസോറാമിലാണ് ഏറ്റവും കുറവ് ഹിന്ദു പോപ്പുലേഷൻ ഉള്ളത്. അത് 2.75% ആണ്. എത്രയാണ്? 2.75% ആണ്. ഇനി യൂണിയൻ ടെറിട്ടറികൾ നമ്മൾ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ദാദ്ര ആൻഡ് നഗർ ഹവേലിയിലാണ്. ദാദ്ര ആൻഡ് നഗർ ഹവേലിയിലാണ് ഏത് കിടക്കുന്നത്? ഏറ്റവും കൂടുതൽ കിടക്കുന്നത്. അത് 93.93% ആണ്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? ഏറ്റവും കുറവ് എവിടെ അറിയോ കൂട്ടുകാർക്ക്? ലക്ഷദ്വീപിലാണ്. അവിടെ 2.77% ആണ് ഹിന്ദു പോപ്പുലേഷൻ. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? അപ്പോൾ ഇത് ബേസിക് ആയിട്ടുള്ള എന്താണ് നിലവിലെ, അതായത് 2011 സെൻസസേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. 2021 സെൻസസ് ഇതുവരേക്കും നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ഡേറ്റകൾ നമുക്ക് മിസ്സിംഗ് ആണ്. പക്ഷേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു എന്താ പറയുക എണ്ണം വെച്ചിട്ട് ഇതാണ് എന്തിൻ്റെ അവസ്ഥ, പോപ്പുലേഷൻ്റെ ഒരു അവസ്ഥ എന്ന കാര്യം കൂട്ടുകാർ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ? സംശയങ്ങളില്ലല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. വിച്ച് ഈസ് ദ ഓൾഡസ്റ്റ് അലുമിനിയം റിഫൈനറി പ്ലാന്റ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള അലുമിനിയം റിഫൈനറി പ്ലാന്റ് ഏതാണെന്നാണ് ചോദ്യം. ആൻസർ നിങ്ങൾക്ക് അറിയാമെങ്കിലേ പറ്റുള്ളൂ. ഇത് ദ മുറി അലുമിനിയ പ്ലാന്റ് ആണ്. ഏതാണ്? മുറി അലുമിന പ്ലാന്റ് ആണ് ഏത് ശരിയായിട്ടുള്ള ആൻസർ. അതായത് 1948 എന്ത് ചെയ്യുന്നത് ഇതിൻ്റെ ആരംഭം. മുറി അലുമിന പ്ലാന്റ് 1948 ഇൻഡാലിൽ നിങ്ങൾക്ക് ഇന്ത്യ അലുമിനിയം ലിമിറ്റഡ് ഇല്ലേ, ഇൻഡാലാണ് എന്ത് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു തുടക്കം. എവിടെയാണ്? ഝാർഖണ്ഡിലാണുള്ളത്. എവിടെയാണ് കൂട്ടുകാരുള്ളത്? ഇത് ഝാർഖണ്ഡിലാണത് കിടക്കുന്നത്. നിങ്ങൾ സ്വർണ്ണരേഖ റിവർ ഉണ്ട്. ഏതാണ്? സ്വർണ്ണരേഖ റിവറിൻ്റെ തീരത്തായിട്ടാണ് എന്ത് കിടക്കുന്നത്?
ഇത് കിടക്കുന്നത്, സുവർണരേഖ റിവറിൻ്റെ തീരത്തായിട്ടാണ് ഈ മുരി അലുമിന പ്ലാന്റ് കിടക്കുന്നത്. 2005 വർഷത്തിൽ ഇതെന്ത് ചെയ്തു? ഹിൻഡാൽ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടല്ലോ, ഹിൻഡാലില്ലേ, ഹിൻഡാൽ എന്ത് ചെയ്യുകയാണ്? നമ്മളുടെ ഈ ഇൻഡാലുണ്ടല്ലോ, ഇത് എന്താ ചെയ്തു? മെർജ് ചെയ്തു. എല്ലാം കൂടി മെർജ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഹിൻഡാൽ ആയിരിക്കുന്നത്. അതോടുകൂടി ഈ മുരി അലുമിന പ്ലാന്റും എന്തിലേക്ക് തന്നെ പോയി? ഇപ്പോൾ ഹിൻഡാലിൻ്റെ അടിയിലേക്ക് 2005 പോവുകയുണ്ടായി. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? കൃത്യമാണല്ലോ, സംശയങ്ങളില്ല എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ദ ഓൾഡസ്റ്റ് അലുമിനിയം റിഫൈനറി പ്ലാന്റ് ഇൻ ഇന്ത്യ ഈസ് ദ മുരി അലുമിന പ്ലാന്റ്. അത് 2005 ഹിൻഡാലിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു? കോർപ്പറേഷനിലേക്ക് അത് മെർജ് ചെയ്യുകയും ചെയ്തിട്ടുള്ളൂ. സുവർണരേഖ റിവറിൻ്റെ തീരത്തായിട്ടാണുള്ളത് എന്ന കാര്യവും എന്ത് ചെയ്യുക? കൂട്ടുകാരെ ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ, ഫൈൻ. അടുത്ത ചോദ്യം, രാജ്ഗീർ സൂ ഏതാണ്? രാജ്ഗീർ സൂ ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്സ്? രാജ്ഗീർ സൂ താഴെ തന്നിട്ടുള്ളവയിലെ ഏത് സ്റ്റേറ്റിലാണുള്ളത് എന്നതാണ് ചോദ്യം. അതായത് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ പലപ്പോഴും ഈ എന്തുകൊണ്ടാണ് വരുന്നത് അറിയോ കൂട്ടുകാർക്ക്? ലേറ്റസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ന്യൂസിലൊക്കെ ഉണ്ടാകും. മനസ്സിലാവുന്ന കൂട്ടുകാർക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ന്യൂസിലൊക്കെ എന്ത് ഉണ്ടാവും? ഇവ ചിലപ്പോൾ ഉണ്ടാകും. അതുകൊണ്ടാണ് ഇവ എന്ത് ചെയ്യുന്നത്? അധികവും വരുന്നത്. എവിടെയാണ്? ബീഹാറിലാണ്. ബീഹാർ സംസ്ഥാനത്തിലാണ് എന്നുള്ളത് ഇതുള്ളത്. നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, 2022 എന്ത് ചെയ്യുകയായിരുന്നു? ഇതിൽ പുതിയ സഫാരി, 2022 വർഷത്തിൽ എന്ത് ചെയ്യുകയുണ്ടായിട്ടുണ്ടായിരുന്നു? ഈ രാജ്ഗീർ സൂ സഫാരി, അതായത് രാജ്ഗീർ വൈൽഡ് ലൈഫ് സഫാരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്താ ചെയ്യുകയാണ്? ഇത് പബ്ലിക്കിന് ഓപ്പൺ ചെയ്യുന്നത് 2022 ഫെബ്രുവരിയിലായിരുന്നു. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? 2023 SSC CGL എക്സാമിൽ ഇത് വരാൻ കാരണം എന്താണ്? ഈ 2022 ഫെബ്രുവരിയിലാണ് ഈ രാജ്ഗീർ സൂ സഫാരിക്ക് വേണ്ടിയിട്ട് ബീഹാർ സംസ്ഥാനത്തിൽ ഇത് പബ്ലിക്കിന് ഓപ്പൺ ചെയ്ത് കൊടുത്തത്. അതുകൊണ്ട് കറണ്ട് അഫെയർസ് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു എന്താണ്? ജിയോഗ്രഫി, എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ചോദ്യമായിരുന്നു ഇത്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? ഇത്തരത്തിൽ ടു ദ പോയിന്റ് അറിയാമെങ്കിൽ മാത്രം എഴുതാൻ പറ്റുന്ന ചില കാര്യങ്ങളൊക്കെ അധികവും എന്തായിരിക്കും? കറണ്ട് അഫെയർസ് ആയിരിക്കും. മനസ്സിലാവും? നമ്മൾ സ്റ്റാറ്റിക്കിൽ പഠിച്ച കാര്യം ആയിരിക്കില്ല. അപ്പോൾ രാജ്ഗീർ സൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ ഇതെന്താണ്? SSCക്ക് നിങ്ങൾക്ക് അറിയാം, ഒരു 1.5 കൊല്ലത്തിൻ്റെങ്കിലും ബാക്കിലേക്കുള്ള കറണ്ട് അഫെയർസ് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ 2002, ശരിക്കും 2 കൊല്ലം എന്നാണ് പറയാറുള്ളത്, 2022 ഫെബ്രുവരിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് തുറന്നു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ചോദ്യം വരുന്നത്. മനസ്സിലായ കൂട്ടുകാർക്ക്? അപ്പോൾ കറണ്ട് അഫെയർസ് എത്രത്തോളം പിന്നിലേക്ക് പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സംശയമുണ്ടെങ്കിൽ ഇത് അതിനുള്ള ഒരു ഉത്തരം കൂടി ആണ്. അടുത്ത ചോദ്യം, ദ ഷെവാറി ഹിൽസ് ആർ ലൊക്കേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ? ഏതാണ്? ഷെവാറി ഹിൽസ് ഏത് സംസ്ഥാനത്തിലാണ് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എന്നാണ് എന്ത് ചെയ്യുന്നത്? നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഈ ഷെവാറി ഹിൽസ് എവിടെയാണെന്ന് കൂട്ടുകാർക്ക് അറിയാമോ? ഷെവാറി ഹിൽസ് എവിടെയാണെന്ന് ഏതെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ കൂട്ടുകാർക്ക്? ആൻസർ ഏതറിയോ? തമിഴ്നാടുവാണ് ആൻസർ. ഏതാണ്? തമിഴ്നാടുവാണ് ഷെവാറി ഹിൽസിൻ്റെ ആൻസർ. തമിഴ്നാടുവിലുള്ള 2 പ്രധാനപ്പെട്ട ആളുകളാണ് ഏത്? ഈ ഷെവാറി ഹിൽസും അതിനോടൊപ്പം തന്നെ ഏതാണ്? മറ്റൊന്ന് ഏതാണ്? ജാവഡി ഹിൽസ്. പല തവണയായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഒന്നാണ്. ജാവഡി ഹിൽസും ഷെവാറി ഹിൽസും എവിടെയാണ്? അത് രണ്ടും തമിഴ്നാടിലാണ്. തൊട്ടുമുള്ള ആന്ധ്രാപ്രദേശിൽ 2 ഉണ്ടല്ലോ. ഏതാണ്? പാൽക്കൊണ്ട ഹിൽസ് അല്ലേ? പാൽക്കൊണ്ട ഹിൽസും അതുപോലെ തന്നെ ഏതാണ്? നല്ലമല ഹിൽസും. പാൽക്കൊണ്ട ഹിൽസും നല്ലമല ഹിൽസും എവിടെയാണ്? അത് രണ്ടും ആന്ധ്രാപ്രദേശിലാണ് വരുന്നത്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? അപ്പോൾ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ആലോചിക്കാൻ ശ്രദ്ധിക്കുക. ഇത്രയും ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്? സെക്കൻഡ് സെഷനിൽ നോക്കുകയാണ്. അടുത്ത സെഷനോട് കൂടിയിട്ട് നമ്മൾ കംപ്ലീറ്റ് 2023 CGLലെ മുഴുവൻ ചോദ്യങ്ങളും ജിയോഗ്രഫി ചോദ്യങ്ങളും അടുത്ത സെഷനോട് കൂടിയിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും.